और मैं विश्वास करता हूं कि आप सब लोग बहुत उत्सुकता के साथ आज की ആരാധന में भागी होगा. നിങ്ങൾ ഏവർക്കും ക്രിസ്തു യേശുവിന്റെ വലിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ പകൽ വേളയിൽ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയാണ് ഇന്നത്തെ ആരാധനയിൽ പങ്കുകൊള്ളുന്നത്. ഇവിടെ ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒക്കെ റിലീസ് ചെയ്യുന്നത്, പ്രവചന ശബ്ദങ്ങൾ റിലീസ് ചെയ്യുന്നത് വൃഥാവിലല്ല എന്ന് പലരും എന്നെ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. कई सारे लोग मेरे को हफ्ते के अंदर जब बुलाते हैं कहते हैं कि पास्टर जी यहाँ से आप रिलीज करने वाले प्रोफेटिक वर्ड इट इज नॉट इन वेन, ये व्यर्थ नहीं है बल्कि हमारे जीवन के अंदर हो रहा है. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് പാൻഡമിക്, കൊറോണ മുഖാന്തരം വേലകൾ, ജോലികൾ പലരുടെയും നഷ്ടപ്പെട്ട് പലരുടെയും ശമ്പളങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ कई पिछले 1.5 साल से पेंडेमिक के कारण कईयों का काम नष्ट हो रहा है, सैलरी आधा कर रहे हैं, नष्ट हो रहे हैं. ऐसे सब जब जीवन के अंदर हो रहा है, ഒരു ജവാൻ, ഒരു യൗവനക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 3 പ്രൊമോഷനാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ ലഭിച്ചത്. मेरे को एक जवान लास्ट संडे शाम को बुला के कहता है, पास्टर जी मुझे 3 प्रमोशन एक साथ मुझे उन्होंने दे दिया है. ആ 3-നകത്തും ഫൈനാൻഷ്യൽ ഇൻക്രിമെന്റ്. और वो तीनों प्रमोशन में फाइनेंशियल इंक्रीमेंट मिला है. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ मुझे പൈതലേ, सुनने वाले मेरे प्रिय परमेश्वर के भक्तों, നിന്റെ ഒരു നന്മയും മുടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. आपका कोई भी भलाई को मेरा परमेश्वर नहीं स्टॉप करेगा. ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ കാതുകൾ ദൈവശബ്ദം കേൾക്കുവാനായി ദൈവത്തോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ. आज आप लोगों के कानों को परमेश्वर की आवाज को सुनने के लिए आप लोग तैयारी के साथ रहने पाए. ജോസഫ് ദ ഡ്രീമർ, സ്വപ്നക്കാരനായ യോസഫ് എന്ന വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. यूसुफ, सपना देखने वाला यूसुफ के बारे में हम लोग चिंता कर रहे थे. पिछले हफ्ते से आरंभ किया. ഇത് രണ്ടാമത്തെ വീക്കാണ്. ये हमारा दूसरा वीक है. ഇത് 4 ആഴ്ചകൾ കൊണ്ട് തീർക്കണമെന്നാണ് ഞാൻ ये ഉദ്ദേശിച്ചിരിക്കുന്നത്. 4 हफ्तों में खत्म करने का एक इच्छा और एक प्रार्थना मेरी है. യോസഫിന്റെ ജീവിതവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കണക്ട് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. यूसुफ के जीवन के तहत आपके जीवन को भी आप कनेक्ट करने पाए. യോസഫിന്റെ ജീവിതത്തിൽ സ്വപ്നം കൊടുത്ത ദൈവം യോസഫിനെ ആ സ്വപ്ന നിവർത്തീകരണത്തിൽ അവിടെ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്ന സ്വപ്നങ്ങൾ നിവർത്തീകരിക്കപ്പെടും എന്നത് ഉറപ്പിക്കുവാനാണ് ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. यूसुफ रहने वाले जवान के जीवन के अंदर परमेश्वर ने उसको एक सपना दिया और परमेश्वर ने दिया हुआ सपने को परमेश्वर ने अगर पूरा किया तो मैं ये दावा के साथ कहना चाहता हूं कि खुदा बाप आपको देने वाले सपनों को, बोलने वाले भविष्यवाणियों को आपके जीवन में पूरा करेगा निश्चय. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, യോസഫിന്റെ സ്വപ്നമെന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ मैंने സ്വപ്നമായിരുന്നു. पिछले हफ्ते जो बोला था मैं याद दिलाऊं कि यूसुफ का सपना जो था वो परमेश्वर का सपना था. ദൈവത്തിന്റെ ഭാവി പരിപാടികളുടെ ഒരു ഭാഗമായിരുന്നു യോസഫിന്റെ ആ സ്വപ്നം. परमेश्वर भविष्य में क्या करने वाले हैं करके बोलने वाली बातों की संक्षिप्त तौर पे एक सपना परमेश्वर ने यूसुफ को दिखाया. ദൈവം ആ സ്വപ്നം കണ്ടുകൊണ്ട് ആദമിനെ സൃഷ്ടിച്ചു. ആദം പരാജയപ്പെട്ടു. നോഹയെ വിളിച്ചു. നോഹ പരാജയപ്പെട്ടു. അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം പരാജയപ്പെടാതെ ഇരുന്ന സാഹചര്യത്തിൽ ദൈവം തന്നോടുള്ള വാഗ്ദത്തങ്ങൾ ഒരു പ്രോഗ്രസീവ് ആക്കി മാറ്റി താൻ കാണുന്നുണ്ട്. देखिए, परमेश्वर ने आदम को बुलाया, आदम को एक सपना दिया, लेकिन आदम सही तरीके से खड़े नहीं खड़ा हो पाया. आदम फेल हो गया. नूहा को देखा, नूहा फेल हो गया. अब्राहम को जब देखा, बुलाया, अब्राहम ठीक ठीक खड़ा हो रहा है करके देखते ही परमेश्वर ने उसको सपनों की एक नई कुंजी को देते हुए प्रोग्रेसिव रीति से बढ़ाने के लिए परमेश्वर उसको दर्शन सौंपा. യോസഫ് വന്നപ്പോൾ അബ്രഹാമിന്റെ 4ാം തലമുറയാണെന്ന് മറന്നു പോകരുത്. ना भूलने पाए, यूसुफ जब आया तो अब्राहम का 4वां पीढ़ी है यूसुफ. അബ്രഹാം, പിന്നത്തേതിൽ ഇസ്ഹാക്ക്, പിന്നത്തേതിൽ യാക്കോബ്, പിന്നത്തേതിൽ യോസഫ്. अब्राहम, इसहाक, याकूब और फिर आता है यूसुफ. വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ചു കാണും, അബ്രാഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഇസ്ഹാക്കിനോടും ഇസ്ഹാക്കിനോട് പറഞ്ഞത് യാക്കോബിനോടും ദൈവം ആവർത്തിക്കും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. वचन के अंदर बार बार रिपीटेडली हम देखते हैं कि परमेश्वर ने अब्राहम से बोला हुआ बात इसहाक से बोला हुआ बात याकूब से बोला हुआ बात यूसुफ से कहते हुए हम रिपीटेडली देखते हैं. അങ്ങനെ ആ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടണമെന്ന് ഉണ്ട് എങ്കിൽ ചിലത് സംഭവിച്ചേ मेरे മതിയാകുകയുള്ളൂ. प्रियो, कई वायदाएं होना है तो परमेश्वर के जीवन की, हमारे जीवन के अंदर कई बातों को भी होना जरूरी है. ഉൽപ്പത്തിയുടെ പുസ്തകം 15ാം അധ്യായത്തിൽ ദൈവം അബ്രാഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കുവാനായി അവിടെ അബ്രാഹാമായിട്ട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. उत्पत्ति के 15 के अंदर परमेश्वर अब्राहम को देने वाले वायदे को जरा खरा करने के लिए परमेश्वर अब्राहम को और अब्राहम से एक वाचा को बांधता है. ആ ഉടമ്പടിയിൽ എവിടെയോ
എവിടെയോ സ്വല്പം അബ്രഹാം ഒന്ന് വ്യതിചലിച്ചത് കൊണ്ട് അവിടെ ഗാഠനിദ്ര വരുത്തിക്കൊണ്ട് പിന്നത്തേതിൽ അബ്രഹാമിനോട് ദൈവം ഒരു ദൂത് പറയുന്നുണ്ട്. मेरे प्रियो, वो वाचा के अंदर कहीं ना कहीं जरा सा इधर उधर होने के कारण, कहीं ना कहीं 19-20 होने के कारण एक नींद देते हुए परमेश्वर अब्राहम से वापस अपनी बातों को कहता है. ആ വാഗ്ദത്തത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ തലമുറക്കാർ അന്യജാതികളുടെ ദേശത്ത് അടിമകളായി അവരെ സേവിക്കേണ്ടി വരും. 400 സംവത്സരങ്ങൾക്ക് ശേഷം ഞാൻ അവരെ സന്ദർശിക്കും, വലിയ സമ്പത്തോടുകൂടെ അവിടെ മടക്കിക്കൊണ്ടുവരുത്തും. देखिए, अब्राहम की उस एक गलती के कारण परमेश्वर अब्राहम के पास जब आया तो खुदा बाप ने अब्राहम से इस प्रकार कहा कि तेरी जो पीढ़ी है 400 साल तक गुलामी में रहेगा और 400 साल के बाद मैं उनकी सूदी लूंगा. ഇന്നിത് പറയുമ്പോൾ ദൈവിക വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു പരാജയത്തിലായിട്ടുണ്ട് എങ്കിൽ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്നും അവൻ താങ്കളെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ദൂത് പറഞ്ഞുകൊള്ളട്ടെ. आज मैं ये वाणी भी आप लोगों को कहना चाहता हूं, अगर परमेश्वर की व्यवस्था से अगर आप दूर चल रहे हो तो खुदा बाप आप लोगों को आह्वान देता है कि उसकी व्यवस्था की ओर, उसके वचनों की ओर, उसके वाक्यों की ओर वापस लौट के आने के लिए. പക്ഷെ ആ വാഗ്ദത്തം അബ്രഹാമിനോട് കൈമാറുമ്പോൾ അബ്രഹാം എന്ന ഒരു വ്യക്തിത്വത്തെ വിളിച്ചോ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് മറന്നു പോകരുത്. लेकिन आप ये भी ना भूलने पाए, अब्राहम रहने वाले उस एक व्यक्ति के जरिए परमेश्वर का उद्देश्य था, मल्टीप्लिकेशन का एक उद्देश्य था करके ना भूलने पाए. ദൈവം എന്നും God is a God of increase, ഒരു വളർച്ചയുടെ ദൈവമാണ്. मेरे प्रियो, मैंने हमेशा जैसे कहा है, हमारा परमेश्वर बढ़ोतरी का परमेश्वर है. हमारा परमेश्वर इज अ गॉड ऑफ इंक्रीज. നാം ഒരു സ്ഥലത്ത് ഒരു ജോലിയിലോ അല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷയിൽ പോലും സ്റ്റാഗ്നേറ്റ് ആകരുതോ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर चाहता है काम हो, हमारी जीवन हो, हमारी भौतिक जीवन हो, हमारी आत्मिक जीवन हो, सेवकाई हो, हम लोग कभी भी एक जगह पर नहीं रहना परमेश्वर की इच्छा है. അങ്ങനെയാ അബ്രാഹാം എന്ന ഏകനെ വിളിച്ച് ബഹുജാതികൾക്ക് പിതാവാക്കേണ്ട വാഗ്ദത്തത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വരെ മറ്റൊരു രാജ്യത്തേക്ക് അയക്കുവാനുള്ള ദൂത് കൈമാറിയപ്പോൾ അവിടെ തന്നെ ദൈവം പ്ലാൻ ചെയ്തു മുൻപോട്ടുള്ള കാര്യപരിപാടി. मेरे प्रियो, अब्राहम को अनेक जातियों का पिता बनाने का उद्देश्य रहने वाले परमेश्वर यहोवा ने अब्राहम को वायदा देते देते ही अगले भविष्य में अगले बातों को क्या होने वाला है करके उसका प्लान भी परमेश्वर ने किया. അങ്ങനെയാണ് യോസഫിന് ദൈവം സ്വപ്നം കൈമാറുന്നത്. ऐसे रहने वाले समय पर 4वीं पीढ़ी में जब आया तो यूसुफ को यहोवा परमेश्वर ने एक दर्शन, एक सपना दिया. സ്വപ്നം അല്ലെങ്കിൽ ദർശനങ്ങൾ എന്നും പ്രോഗ്രസീവ് ആണ്, എന്നും വളർച്ചയുള്ളതാണ്. मेरे प्रियो, कई बार सपना परमेश्वर का उद्देश्य के तौर पर बढ़ोतरी का सपना दर्शन में मिलता है. ഒന്നാമത്തെ സ്വപ്നം യോസഫ് കണ്ടത് 11 സഹോദരന്മാർ മാത്രമേ തന്നെ വണങ്ങുന്നുള്ളൂ. पहले सपने में यूसुफ ने देखा कि उसके 11 भाइयां उसके सामने जो है दंडवत कर रहे അധികം हैं. താമസിയാതെ അടുത്ത സ്വപ്നം കൂടി ഏൽപ്പിച്ചു. 11 സഹോദരന്മാരും അപ്പനും അമ്മയും വണങ്ങുന്ന ഒരു ദർശനം കൂടി उसके ഏൽപ്പിച്ചു. बाद एक और दर्शन परमेश्वर ने यूसुफ को दिया, वो है कि 11 भाइयों के साथ माता पिता भी यूसुफ के सामने दंडवत कर रहे ഈ हैं. സ്വപ്നം യാക്കോബിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് അസൂയും യാക്കോബിന് ദേഷ്യം വന്നുവെങ്കിലും മനസ്സിൽ അത് സംഗ്രഹിച്ചു എന്ന് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ये सपना जब यूसुफ ने अपने भाइयों से और याकूब से जब शेयर किया तो भाइयां डाह करने लगे और उसके पिता याकूब उससे गुस्सा किया. लेकिन पिता याकूब को मालूम था कि ये सपना परमेश्वर की ओर से है, इसलिए अपने मन के अंदर उसने ग्रहण किया. ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മിപ്പിക്കട്ടെ. അതിന്റെ ഉദാഹരണത്തോടുകൂടി നിങ്ങളെ കാണിച്ചതിനു ശേഷം ഡെമോൺസ്ട്രേഷൻ കാണിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ मैं आप ആഗ്രഹിക്കുകയാണ്. लोगों को एक उदाहरण के तौर पर कुछ दिखाकर मैं आगे बढ़ना चाहता हूँ. അബ്രഹാമിന് ദൈവം കൊടുത്ത ദൈവിക ദർശനത്തിന്റെ ദൈവിക വാഗ്ദത്തത്തിന്റെ ശൃംഖലയുടെ അല്ലെങ്കിൽ ആ ചങ്ങലയുടെ ഒരു കണ്ണി മാത്രമായിരുന്നു യോസഫ് എന്ന് ഞാൻ പറയുകയുണ്ടായി. मेरे प्रियो, मैंने पिछले हफ्ते कहा कि अब्राहम को परमेश्वर ने दिया हुआ सपना या वायदा, उसके आधार पर यूसुफ उस वायदे का या उस बंधन में सिर्फ एक अंश या एक भाग यूसुफ का था. നിങ്ങളെ ഒരു ചങ്ങല കാണിക്കണമെന്നുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വെളിയിൽ പോയി ഒന്നും എനിക്ക് വാങ്ങിക്കൊണ്ട് വരുവാൻ കഴിയാതിരുന്നത് കൊണ്ടോ എൻ്റെ ഭാര്യ സ്വർണം ഉപയോഗിക്കാത്തവളായതുകൊണ്ടും ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു പഴയ ബാഗിൽ കിടന്ന തൂക്കിയിടുന്ന ബാഗ് തൂക്കുന്ന ഒന്ന് എൻ്റെ കയ്യിൽ കിട്ടി. लॉकडाउन होने के कारण जो है मैं आप लोगों को एक जंजीर दिखाना चाहता था लेकिन खरीद नहीं पाया. और मम्मी जो है कोई जंजीर अपने गले पे पहनती नहीं है, इसलिए वो जंजीर भी नहीं लेके आ पाया. लेकिन उनका कोई एक बैग का एक साधारण का एक रिंग हम आपको दिखाना चाहते हैं. ഇതാണ് ഈ ചങ്ങല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. मेरे प्रियो, मैं कहने वाला जो है एक जंजीर मैं आपको दिखाना चाहता हूँ. ഈ ചങ്ങലയ്ക്ക് പല കണ്ണികളുണ്ട്. ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ, ഈ ചങ്ങലയ്ക്ക് പല കണ്ണികളുണ്ട്. ये जंजीर के अंदर कई
भाग है करके आप ध्यान करने അപ്പൊ पाए। ഈ പല കണ്ണികൾ ഒന്നിച്ചു വിളക്കി ചേർത്താണ് ഇതൊരു ചങ്ങലയായി ये മാറിയിരിക്കുന്നത്. भागों को एक साथ मिलाकर ही इसको एक कंप्लीट जंजीर बनाया जाता है। ഇതിന്റെ ഒരു കണ്ണി ഒറ്റയ്ക്കിരുന്നാൽ അതിനെ കൊണ്ട് വലിയ That's right. പ്രയോജനമൊന്നുമില്ല. इस जंजीर का एक पार्ट मेरे प्रियो अगर व्यर्थ पड़ा है तो उसे कोई यूज नहीं है। പക്ഷെ ഇത് ഒന്നിച്ചു വിളക്കി ചേർത്തുന്ന ഒരു ചങ്ങലയായി കഴിയുമ്പോൾ ഇതുകൊണ്ട് പല പ്രയോജനങ്ങളുമുണ്ട്. लेकिन इसके छोटे छोटे रिंग्स जो हैं एक साथ मिलाने से ये एक जंजीर के तौर पर एक उपयोगी रीति से बन जाता है। ക്രെയിൻ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെയിനാണ് ഇതെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ട് മനസ്സിൽ आप കണ്ടാട്ട്. सोचने पाए कि एक क्रेन लटकने वाला एक चेन है करके सोचने पाए। സോ ആ ക്രെയിൻ എടുക്കുന്ന ഒരു ഭാരമുണ്ട്. मेरे प्रियो वो क्रेन उठाने वाला एक बोझ है। പക്ഷെ അതിന്റെ ആ ചങ്ങലയുടെ ഒരു കണ്ണി ദുർബലമായാൽ എത്ര കിലോ വെയിറ്റ് ആ ക്രെയിൻ എടുക്കാമോ അത്രയും എടുക്കുവാൻ പറ്റത്തില്ല. लेकिन उस चेन के अंदर का एक पार्ट भी अगर लूज हो जाए या वीक हो जाए तो वो क्रेन जितना बोझ उठाना है उतना बोझ नहीं उठा पाएगा। എന്തുകൊണ്ടെന്നാൽ ആ ഒരു ദുർബലമായ കണ്ണി മുഖാന്തരം എടുക്കപ്പെടുന്ന വെയിറ്റിന്റെ ഭാരം മുഖാന്തരം ആ കണ്ണി പൊട്ടുവാനും ആ വെയിറ്റ് താഴെ വീഴുവാനും कारण क्या സാധ്യതയുണ്ട്. है अगर मैं बोलूं आप लोगों से तो क्रेन उठाने वाली बोझ और जो भार जितना है अगर कोई भी वीक स्पॉट इस चेन के अंदर हो तो वो वीक स्पॉट में आके वो वेट ज्यादा पड़ेगा और उसके कारण वो चेन कंप्लीटली तितर बितर हो जाएगा। സോ എന്ത് ചെയ്യുവാൻ പറ്റും അങ്ങനെ വരുമ്പോൾ? तो ऐसे एक सिचुएशन में क्या कर सकते हैं? ഒന്നുമില്ലെങ്കിൽ ആ കണ്ണി അടർത്തി മാറ്റണം. या तो उस एक वीक भाग को निकाल फेंकना है, അതല്ലെന്നുണ്ടെങ്കിൽ ആ കണ്ണി വിളക്കി ചേർത്ത് മറ്റു കണ്ണികളോടൊപ്പം ബലമുള്ളതാക്കി മാറ്റണം. नहीं तो उस एक जो वीक भाग है उसको आग में वापस डालकर उसको बलवंत कर कर बाकी भागों के साथ उसको जो है मिलाना है, ले चलना ഈ है। ദൈവിക സന്ദേശത്തിൽ കൂടി ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ആലോചന എന്ന് പറയുന്നത് ഈ ദൈവിക വക്തത്വമാകുന്ന ടാബർനക്കിളിലുള്ള ദൈവിക വക്തത്വത്തിന്റെ ചങ്ങലയുടെ കണ്ണികളായിരിക്കുന്ന ദുർബലമായിരിക്കുന്ന ഏതെങ്കിലും കണ്ണികളുണ്ട് എങ്കിൽ അതിനെ ഇന്ന് വെട്ടി മാറ്റുമെന്നല്ല, മറിച്ച് ആ കണ്ണിയും കൂടി ബലപ്പെടുത്തി വിളക്കി ചേർത്തുകൊണ്ട് ദൈവസഭയുടെ ദൗത്യം മുന്നേറുവാൻ തക്കവണ്ണം ഒരു പട്ടം ജനതയെ ദൈവസഭയ്ക്ക് തെരഞ്ഞെടുപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വക്തത്വം मेरे प्रिय കൈമാറുകയാണ്. परमेश्वर का वायदा आप लोगों से, मेरे सुनने वाले लोगों से और मेरे कलीसिया टैबरनेकल से ये है कि परमेश्वर की इच्छा है कि आप में से अगर कोई भी अगर वीक है और उस चेन के अंदर का एक वीक स्पॉट आप में है तो इसका मतलब ये नहीं है कि आपको निकाल कर काट कर फेंक देंगे, बल्कि परमेश्वर कहता है कि आपको आग में, आत्मा की आग में डालकर आपको बलवंत कर कर परमेश्वर की उद्देश्य के साथ, कलीसिया के दर्शन के साथ आपको आगे ले चलने का उद्देश्य परमेश्वर का है। എവിടെയെങ്കിലും വിശ്വാസത്തിൽ, എവിടെയെങ്കിലും പ്രാർത്ഥനയിൽ, എവിടെയെങ്കിലും കമ്മിറ്റ്മെന്റിൽ കഴിഞ്ഞ കാലങ്ങൾ ദുർബലമായി പോയിട്ടുണ്ടെങ്കിൽ ദുർബലമായതിനെ ബലപ്പെടുത്തുന്ന ദൈവികമായ ആലോചന കൈമാറുമ്പോൾ ഇത് എന്നോടുള്ള ആലോചനയാണ്, മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ്, എന്നെ തമ്പുരാൻ സ്നേഹിക്കുന്നു, എന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വരുന്ന നിലനിൽക്കുന്ന യുവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. मेरे प्रिय आपके प्रार्थना में, उपवास में, कमिटमेंट में कहीं ना कहीं दुर्बल हो गए हैं तो आप कहने पाए कि ये प्रोफेटिक वर्ड आज मेरे लिए है, मेरे परिवार के लिए है, इसको मैं सुनूंगा, ग्रहण करूंगा, मानूंगा और परमेश्वर की उद्देश्य की ओर मैं वापस आऊंगा करके आप लोग बोलने पाए। അങ്ങനെയുള്ള ദൈവിക ദർശനം പ്രാപിച്ചത് യോസഫിന്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ നടന്ന ചില സംഭവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ऐसे ആഗ്രഹിക്കുകയാണ്. परमेश्वर के दर्शनों को ग्रहण करने वाले यूसुफ के जीवन के अंदर होने वाले बाकी के भागों को जरा ध्यान करें। കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തത് ഇവിടെയാണോ? സ്വപ്നം കണ്ടത് കൊണ്ടോ ദർശനം കണ്ടത് കൊണ്ടോ പ്രവചനം കേട്ടത് കൊണ്ടോ ആയില്ല. അത് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പ്രവചനം കേട്ട, സ്വപ്നം കണ്ട, ദർശനം കണ്ട വ്യക്തി അതിനുവേണ്ടി നിന്നു കൊടുക്കേണ്ടത് मेरे प्रिय ആവശ്യമാണ്. पिछले हफ्ते मैंने बोला और यहाँ पर खत्म किया, मैं याद करता हूँ कि सपना देखने से, वायदा सुनने से, भविष्यवाणी सुनने से काफी नहीं है, बल्कि सुनने वाला व्यक्ति उसके लिए अपने आप को समर्पण करना और उसके लिए इंतजार करना, बाढ़ जो होना, प्रार्थना करना जरूरी है। ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശനം, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രവചനം ഈസിയായി നിങ്ങൾക്ക് ലഭിക്കുമെന്നാരും ചിന്തിച്ചു പോകരുത്. परमेश्वर ने आपको दिया हुआ वायदा, परमेश्वर ने आपको दिया हुआ बात मेरे प्रियो इजीली आपको मिलेगा करके कभी भी ना सोचने पाए। അതിനെതിരെ ഒരു ശത്രുവുണ്ട്. സ്വന്തം സഹോദരന്മാർക്ക് പോലും അവരുടെ അസൂയയും പകയും തോന്നി എന്ന് നാം കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചു. वचन के अंदर से हमने ये सीखा कि परमेश्वर का वायदा या सपना रहने वाले यूसुफ के खिलाफ डाह करने वाला उसके खुद के घर में उसके भाइयां भी उठे करके हम देखते हैं। ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തിയുടെ പുസ്തകം 39 the book of Genesis chapter 39 verse number 1 to 6 നാം ഒന്ന് ചേർന്ന് വായിക്കുവാൻ आइए आज के चिंता के लिए अपने पवित्र शास्त्र को उत्पत्ति का पुस्तक 39 अध्याय
अध्याय उसका 1 से लेकर 6वीं आयत तक अपने ध्यान को ले चलेंगे। പിന്നത്തേതിൽ യോസേഫിന് എന്ത് സംഭവിച്ചു? फिर यूसुफ के जीवन में क्या हुआ? जब यूसुफ मिस्र में पहुंचाया गया तब पोतीफर नामक एक मिस्री ने, जो फिरौन का हाकिम और अंगरक्षकों का प्रधान था, उसको इश्माइलियों के हाथ से और उसे वहां से ले गए थे, मोल लिया। यूसुफ अपने मिस्री स्वामी के घर में रहता था और यहोवा उसके संग था, इसलिए वह भाग्यवान पुरुष हो गया। और यूसुफ के स्वामी ने देखा कि यहोवा उसके संग रहता है और जो काम वह करता है उसको यहोवा उसके हाथ से सफल कर देता है। तब उसकी अनुग्रह की दृष्टि उस पर हुई और वह उसकी सेवा टहल करने के लिए नियुक्त किया गया। फिर उसने उसको अपने घर का अधिकारी बना के अपना सब कुछ उसके हाथ में सौंप दिया। जब से उसने उसको अपने घर का और अपनी सारी संपत्ति का अधिकारी बनाया, तब से यहोवा यूसुफ के कारण उस मिस्री के घर पर आशीष देने लगा। और क्या घर में क्या मैदान में उसका जो कुछ था उस पर यहोवा की आशीष होने लगी। इसीलिए उसने अपना सब कुछ यूसुफ के हाथ में यहां तक छोड़ दिया कि अपने खाने की रोटी को छोड़ वह अपने संपत्ति का हाल कुछ ना जानता था। 37-ാം അധ്യായത്തിലാണ് 2 പ്രാവശ്യം യോസേഫിന് സ്വപ്നം ലഭിക്കുന്നത്। 37 अध्याय के अंदर 2 बार यूसुफ को सपना परमेश्वर की ओर से मिलता है। 39-നും 37-നും ഇടയ്ക്ക് 38-ാം ഒരു അധ്യായമുണ്ട് യോസേഫിനെ കുറിച്ചൊന്നും പറയാതെ യഹൂദയെ കുറിച്ചുള്ള ചരിത്രം मेरे പറയുന്നു। प्रिय, यूसुफ के बारे में ना बोलते हुए यहूदा के चरित्र बोलने वाली एक 38वीं अध्याय 39 और 37 के बीच में है। പക്ഷേ 39 മുതൽ ഉൽപ്പത്തിയുടെ അവസാന പുസ്തകമായ 50-ാമത്തെ അധ്യായം വരെയും പിന്നത്തേതിൽ നാം കാണുന്ന യോസേഫിനെ കുറിച്ചുള്ള വർണ്ണനകളുണ്ട്। लेकिन उसके बाद से 39 अध्याय से लेकर उत्पत्ति के अंतिम पुस्तक 50 अध्याय तक यूसुफ के बारे में हम देखते हैं, पढ़ते हैं, सीखते हैं। 39-ാം അധ്യായത്തിൽ ഈ സ്വപ്നം പ്രാപിച്ച യോസേഫിനെ തന്റെ സഹോദരന്മാരുടെ കുശലാന്വേഷണം അറിയുവാനായിട്ട് പിതാവായ യാക്കോബ് പറഞ്ഞു വിടുന്നത് കാണുന്നുണ്ട്। हम देखते हैं कि पिछले अध्याय के अंदर अपने 11 भाइयों की अच्छाई को या उनके बारे में पूछताछ को लगाने के लिए यूसुफ को उसके पिता उसको भेजते हैं। അവർ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരായിരുന്നത് കൊണ്ട് ആടുകളെ മേയ്ക്കുവാൻ മറ്റ് ദേശങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുകയായിരുന്നു। वे लोग भेड़ बकरी को चराने वाले चरवाहा होने के कारण दूसरे देशों में अपने भेड़ों के साथ वे गए हुए थे। വളരെ സന്തോഷത്തോടു കൂടി സഹോദരന്മാരുടെ കുശലാന്വേഷണം അറിയുവാനായി ചെല്ലുന്ന യോസേഫിനെ സഹോദരന്മാർ ദൂരമേ നിന്ന് കണ്ടു। मेरे प्रियो, अपने भाइयों की हालचाल पूछने के लिए गया हुआ यूसुफ, खुशी के साथ गया हुआ यूसुफ, दूर से ही उसके 11 भाइयों ने यूसुफ को देखा। അവർ തമ്മിൽ ഇപ്രകാരം പറഞ്ഞു, അതാ സ്വപ്നക്കാരൻ വരുന്നു, നമുക്ക് ഇവനെ കൊന്നുകളയാം, പിന്നെ ഇവന്റെ സ്വപ്നങ്ങൾ എന്തായിത്തീരുമെന്ന് നോക്കാം। 11 भाइयों ने इस प्रकार आपस में ही उन्होंने षड्यंत्र रचा, देखो दूर से ही वो सपना देखने वाला आ रहा है, आओ उसको मिलकर हम मार डाले, फिर कहां पर उसका सपना पूरा होगा देखेंगे। അപ്പൊ അവർക്ക് യോസേഫിനോടുള്ള ദേഷ്യത്തെക്കാൾ യോസേഫിന്റെ സ്വപ്നത്തോടാണ് ദേഷ്യം എന്ന് പറഞ്ഞു ध्यान से सुनने पाए, उनको यूसुफ से डाह करने से बढ़कर वे लोग यूसुफ ने देखा हुआ सपने से डाह करते थे। എന്തുകൊണ്ടാണ് അവർക്ക് യോസേഫിനോട് ഇത്ര വൈരാഗ്യം വന്നത്? क्यों वे लोग यूसुफ से इतना गुस्सा करते थे? ഒന്ന്, അവൻ അപ്പന്റെ ഫേവറേറ്റ് ആയിരുന്നു। एक, वो अपने पिता का सबसे खास था। 2, അവൻ സ്വപ്നം കാണുന്നവനായിരുന്നു। तो वो सपना देखने वाला था। ജീവിതത്തിൽ ഒരു അർത്ഥത്തിന് വേണ്ടി ജീവിക്കുന്നവനായിരുന്നു। जीवन के अंदर एक अर्थ के लिए जीने वाला ഒരു था, പർപ്പസിന് വേണ്ടി एक ജീവിക്കുന്നവനായിരുന്നു। पर्पस के लिए जीने वाला था। ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഫേവർ പ്രാപിച്ചവരെ, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവനെ ലോകക്കാർ, സ്വന്തക്കാർ, മിത്രങ്ങൾ ഒക്കെയും നിന്നെ പകയ്ക്കുവാൻ സാധ്യതയുണ്ടെന്ന് മറന്നു പോകരുത്। ना भूलने पाए कि संसार आपसे द्वेष तब करेगा अगर आपके अंदर परमेश्वर का कोई वायदा है या परमेश्वर का कोई उद्देश्य है तो। ഓ, ആ സ്വപ്നത്തോടുള്ള വൈരാഗ്യ നിമിത്തം കൊല്ലുവാൻ അവർ ഗൂഢാലോചനയിട്ടു। वो सपने के खिलाफ रहने वाले उस वैर के कारण उस यूसुफ को मार डालने के लिए भाइया तैयार हुए। ചിലരൊക്കെ ചോദിക്കത്തില്ലേ, ഞങ്ങൾക്ക് മാത്രം എന്താ ഇത്ര വലിയ പോരാട്ടം എന്ന്? कुछ लोग पूछते हैं क्यों हमारे खिलाफ भी इतना हो रहा है। സഹോദര മനസ്സിലാക്ക, സഹോദരി മനസ്സിലാക്ക, കുഞ്ഞെ മനസ്സിലാക്ക, മാതാവെ മനസ്സിലാക്ക, നിന്നോടുള്ള വ്യക്തിപരമായ പോരാട്ടമല്ല, പറിച്ച് നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തത്തെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ വാഗ്ദത്തത്തോടുള്ള പോരാട്ടമാണ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം നീ കൃപ നൽകും.
നൽകുമാറാകട്ടെ. भाइयों समझो, बहनों समझो, माताएं पिताएं बच्चों नौजवानों मेरा कलीसिया समझो कि आपके खिलाफ षड्यंत्र या शैतान का काम नहीं, बल्कि आपके खिलाफ नहीं बल्कि आपकी ओर रहने वाला परमेश्वर का उद्देश्य, उसके खिलाफ शत्रु को आपसे जलन है. സഹോദരന്മാർ കൊന്നുകളഞ്ഞാൻ പദ്ധതിയിട്ടു. भाइयों ने मार डालने के लिए उन्होंने प्लान किया. പക്ഷേ മൂത്ത സഹോദരനായ രൂപൻ പറഞ്ഞു അവനെ കൊന്നുകളയേണ്ട, പൊട്ടക്കുഴി ഇട്ടുകള, കാരണം പിന്നത്തേതിൽ തിരിച്ചു കൊണ്ടുപോകാൻ പദ്ധതി ഉണ്ടായിരുന്നു. लेकिन बड़ा भाई रूबेन ने बोला कि इसको मार क्यों डाले, इसको एक बड़ा सा कुएं के अंदर, खाली कुएं के अंदर उसको धकेल दो. പൊട്ടക്കുഴിയിൽ യോസഫിനെ ഇട്ടിട്ട് അവർ ഭക്ഷണത്തിനിരുന്നു. देखिए यूसुफ को कुएं के अंदर धकेलने के बाद भाइया भोजन खाने के लिए बैठ गए. യോസഫിനെ പൊട്ടക്കുഴിയിൽ ഇടുന്നതിന് മുന്നമേ അപ്പൻ കൊടുത്ത വസ്ത്രം അവർ ഊരിയെടുത്തു. यूसुफ को उस कुएं के अंदर डालने से पहले पिता ने रंग बिरंगे जो अंगी उसको दिया था, भाइयों ने यूसुफ से उसको निकाला. ഞാൻ ഒരു കാര്യം ദൂതായി പറയാം. मैं एक बात आप लोगों को वाणी बोलूं, പിശാചിന് നിന്നെ തകർക്കണമെങ്കിൽ, शैतान अगर आपको नाश करना चाहता है तो, വിജയം आपके പ്രാപിക്കണമെങ്കിൽ, ऊपर विजय को हासिल करना है तो, ദൈവം നിനക്ക് തന്നിരിക്കുന്ന രക്ഷാവസ്ത്രത്തെ ഊരാതെയോ നശിപ്പിക്കാതെയോ പറ്റത്തില്ല എന്ന് ഈ ദൂതിൽ കൂടി മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ये वाणी के जरिए आप समझने पाए कि परमेश्वर ने आपको दिया हुआ उद्धार की अंगी को जब तक वो नहीं निकाल पाए तब तक वो आपको नाश नहीं कर सकता. യെരൂശലേമിൽ നിന്നും എരിഹോവിലേക്ക് പോയ മനുഷ്യനെ കള്ളന്മാർ മുറിവേൽപ്പിച്ചത് അവന്റെ വസ്ത്രം ഊരി മാറ്റിയതിനു ശേഷമാണ്. यरीहो से यरूशलेम की ओर जाने वाले उस व्यक्ति को, उस यहूदी को चोर लोगों ने वस्त्र को उतारने के बाद उसके ऊपर हमला किया. അതുകൊണ്ട് വസ്ത്രം എപ്പോഴും വെണ്മയായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. इसलिए आपके वस्त्र को निरंतर पवित्र कलंक ना रहते हुए संभालना जरूरी है. നിന്റെ തലയിലെ എണ്ണ കുറയാതെ സൂക്ഷിക്കേണ്ടത് വ്യക്തിപരമായ കടമയാണ്. तुम्हारे सर का जो तेल जो अभिषेक को दिखाता है वो कम ना होते हुए उसको संभालना आपका व्यक्तिपरम तौर पर रिस्पांसिबिलिटी है. ശ്രദ്ധിച്ചാട്ട് ध्यान करने पाए സഹോദരൻ അവരോട് നിലവിളിക്കുകയാണ്. भाई उससे पुकारते हैं, അച്ചാച്ചന്മാരെ, भैया लोग ഞാൻ എന്ത് തെറ്റ് मैंने ചെയ്തിട്ടാണ്? क्या गलती किया? ഒരു സ്വപ്നമല്ലേ കണ്ടുള്ളൂ? एक सपना देखा, വേണമെങ്കിൽ ഇത് മറന്നു കളഞ്ഞേക്കാം. उसको मैं भूल जाऊंगा. എന്തിനാ നിങ്ങൾ എന്നെ ആക്രമിക്കുന്നത്? क्यों मुझे तंग कर रहे हो? എന്തിനാ നിങ്ങൾ എന്നെ क्यों मुझे കൊന്നുകളയുന്നത്? मार डाल रहे हो? നിങ്ങൾ എന്റെ മാംസവും നിങ്ങൾ എന്റെ അസ്ഥിയുമല്ലയോ? मेरे ही माता पिता की ओर से मेरे ही मांस मेरे ही हड्डी होना. അവൻ കണ്ണുനീരൊഴുക്കിയില്ലേ? शायद वो रोया होगा. അവൻ കരഞ്ഞു കാണോ? क्या वो रोया नहीं? അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു കാണോ? वो आहें भर भर कर रोया. അവരുടെ മുൻപിൽ കൈകൾ കുപ്പി കാണോ? उसके सामने हाथ जोड़ा പക്ഷെ होगा, അവർക്ക് അവനോട് ദയ തോന്നിയില്ല. लेकिन उसको उससे दया नहीं അവരുടെ हुआ. മനസ്സിനകത്ത് വൈരാഗ്യമാണ്. उन 11 के अंदर एक बैर അവരുടെ था, മനസ്സിനകത്ത് പകയാണ്. उनके अंदर गुस्सा था, അവരുടെ മനസ്സിനകത്ത് അസൂയയാണ്. उनके अंदर जलन था. ഞാൻ ഒരു കാര്യം പറയട്ടെ, मैं आपसे बोलूं, ഒരുവന്റെ അകത്ത് അസൂയ എന്ന വിഷവിത്ത് വീണു കഴിഞ്ഞാൽ That's അവൻ right. മറ്റൊരുവനെ തകർക്കുവാൻ ഏത് എക്സ്റ്റെന്റ് വരെ പോകുമെന്നുള്ളത് Yeah. ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. चिल्ड्रन ऑफ गॉड मुझे ध्यान से सुनने पाए, अगर एक व्यक्ति के अंदर जलन रहने वाला बीज अगर आ जाए तो वो एक व्यक्ति शत्रु की ओर पर इतना उपयोग हो सकता है कि दूसरे व्यक्ति को इतना नाश करने के लिए कोई भी एक्सटेंट तक जाएगा. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, तुम जब परमेश्वर की ओर से आश्रित होकर के നീ देखते ദൈവത്താൽ हैं, ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ, परमेश्वर की ओर से उपयोगी जब നീ देखते हैं, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുന്നത് കാണുമ്പോൾ, तुम परमेश्वर के लिए कुछ कर रहे हो करके जब देखते हैं, അസൂയപ്പെടുന്ന പല മണ്ഡലങ്ങൾ, जलन करने वाले कई നിന്റെ मंडल, അനുഗ്രഹം കണ്ട് അസൂയപ്പെടുന്ന പല മണ്ഡലങ്ങൾ, तुम्हारी आशीषों के खिलाफ जलन करने वाले मंडल, നിന്റെ ശുശ്രൂഷയിൽ അസൂയപ്പെടുന്നവർ, तुम्हारी सेवकाई पे जलन करने वाले, നിനക്കൊരു പ്രൊമോഷൻ ലഭിക്കുമ്പോൾ അസൂയപ്പെടുന്നവർ, तुम्हें जब एक प्रमोशन मिलता है तो जलन करने वाले, നിന്റെ അനുഗ്രഹം കണ്ട് കണ്ണു കടിക്കുന്നവർ, तुम्हारी आशीष को देखकर जलन करने പക്ഷേ वाले. എന്റെ വചനം പറയുന്നു, लेकिन मेरा पवित्र शास्त्र कहता അങ്ങനെ है, അസൂയപ്പെടുന്നവർ പല്ല് കടിച്ചവർ ഉരുകി പോകുമ്പോൾ, हालेलुया, ऐसे जलन करने वाले लोग दांत पीस कर जब नष्ट हो जाएंगे, നീതിമാനോ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. लेकिन धर्मी जन परमेश्वर की ओर से आशीषित അവന്റെ होगा. തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. उसके पीढ़ियां भूमि में बलवंत ഈ होंगे. ദൂതുകളൊക്കെ കൈമാറുമ്പോൾ എന്റെ കുടുംബത്തോടുള്ള ദൂതാണെന്ന് ഓർത്തുകൊണ്ട് ആരാധിച്ചു മുന്നേടുക്കുന്ന ദൈവമക്കൾക്കായി ये സ്തോത്രം. भविष्यवाणी
कहानियों को जब मैं यहाँ से कह रहा हूँ, मुझे ऑनलाइन सुनने वाले आप लोग कहने पाए कि ये मेरे परिवार के लिए भविष्यवाणी है, तालियों को बजाकर परमेश्वर की आराधना करे। സഹോദരന്മാർ അസൂയപ്പെടട്ടെ, भाइया जलन करे, കൂട്ടുകാർ അസൂയപ്പെടട്ടെ, दोस्त लोग जलन करे, അയൽപക്കത്തുള്ളവർ അസൂയപ്പെടട്ടെ, पड़ोस में लोग जलन करे, ദേശത്തിലുള്ളവർ അസൂയപ്പെടട്ടെ. देश में रहने वाले लोग जलन പക്ഷേ നീ करे। ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണോ? लेकिन अगर आप परमेश्वर से बुलाए गए हो, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണോ? परमेश्वर से अलगदाई किए हो, ദൈവത്താൽ വാഗ്ദത്തം പ്രാപിച്ചവനാണോ? परमेश्वर के वायदे को प्राप्त किए हुए हो, അസൂയക്കാർക്കൊന്നും നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. तो जलन करने वाले लोग तुम्हें नाश नहीं कर सकता। ഒരു പക്ഷേ എന്ന നിലവിളി അവർ കേൾക്കുന്നില്ല. शायद तुम्हारी पुकार को वो नहीं सुनते। യോസഫ് നിലവിളിക്കുന്നവരുടെ കാതുകളിൽ പെടുന്നില്ല. यूसुफ जो पुकार रहा है उनके कानों में नहीं आ रहा। അവർ അവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടു. उन्होंने यूसुफ को लेकर कुएं में धकेल दिया। എന്നിട്ട് സുഖിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. उसके बाद अच्छे से भोजन खा रहे हैं। അപ്പോഴാണ് യഹൂദ ഒരു കാഴ്ച കാണുന്നത്. उस समय पर यहूदा एक दर्शन देखता है। ഇസ്മായേലിയ സുഗന്ധ വർഗ്ഗങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ കടന്നു വരുന്നു. तब दर्शन नहीं बल्कि यहूदा क्या देखता है कि इस्माइली वर्ग के जो 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 बिजनेस करने वाले लोग हैं वहां पे आ रहे हैं। അന്നത്തെ കാലത്ത് ബസ്സോ ഫ്ലൈറ്റോ ഒന്നും ഇല്ലാതെ കാലത്ത് കാൽനടയായിട്ടാണല്ലോ വരുന്നത്. കഴുതപ്പുറത്തും ഒക്കെ സാധനങ്ങൾ കയറ്റി. അങ്ങനെ ഒരു പറ്റം ബിസിനസ് ഇസ്മായിലിയ ബിസിനസ്സുകാർ കടന്നു വരുന്നത് കാണാം. हम जानते हैं कि आज के जमाने के समान बस कार फ्लाइट ना रहने वाले जरिए एक रहने वाले जमाने में चलकर गदही को या जानवरों को उपयोग कर आने वाले समय पर इस्माइली गोत्र के रहने वाले बिजनेस करने वाले लोग वहां पर चल के आ रहे थे। യഹൂദയുടെ മനസ്സിലും യോസഫിനെ കൊന്നുകളയണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. देखिए यहूदा के मन में भी यूसुफ को मार डालना है करके एक इच्छा नहीं था। 11 പേരുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ബെഞ്ചമിൻ യോസഫിനേക്കാൾ ഇളയവനായതുകൊണ്ട് അപ്പന്റെ കൂടെ തന്നെ ആയിരിക്കണം. ആടുകളെ മേയ്ക്കാൻ വിട്ട് കണ്ടില്ല. 10 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ചേട്ടന്മാർ 10 പേരും അതിൽ 2 പേർ. അതാ ദൈവമക്കളെ, 10 പേരുള്ള ഗ്രൂപ്പിനകത്താണല്ലോ ഒരാളെങ്കിലും നിനക്ക് വേണ്ടി ഫേവർ ഉള്ളവർ ഉണ്ടായിരിക്കും. मेरे प्रियो 11 है करके मैं विश्वास नहीं करता हूं कि बिन्यामीन जो है तो और थोड़ा छोटा था तो शायद पिता के साथ ही होगा। 10 लोग उसके भाइया वहां पर जो थे उसको मार डालने के लिए या षड्यंत्र रच रहे थे। मैं आपको कहना चाहता हूं आपका कितना भी ग्रुप क्यों ना हो, आपके लिए परमेश्वर की ओर से फेवर रहने वाला एक व्यक्ति तो खड़ा होगा जरूर। യഹൂദ പറഞ്ഞു, എന്തിനാ നമുക്ക് ഇവനെ കൊന്ന് ഇവന്റെ രക്തം നമ്മുടെ കൈകളിൽ വരുത്തുന്നത്? यहूदा ने बोला, अपने ही भाई को मारकर क्यों उसका लहू उसका रक्त हमारे हाथ में आना है? നമുക്ക് ഇവനെ അടിമയായി വിറ്റ് കളയാം. चलो हम उसको गुलाम के तौर पर बेच दें। അവരെല്ലാവരും കൂടി ആ പൊട്ട കിണറ്റിൽ നിന്ന് യോസഫിനെ വലിച്ചു കയറ്റി. वे सभी लोग मिलकर यूसुफ को उस कुएं से निकाले। ആടുമാടുകളെ മറ്റും വിൽക്കുന്നത് പോലെ അടിമയായി സ്വന്തം സഹോദരന് വിലപേശി 20 വെള്ളിക്കാശിന് അവർ വിറ്റ് കളഞ്ഞു. Listen, I want you to think, मेरे प्रियो, भेड़ बकरी को बेचने के समान, जानवर को बेचने के समान, अपने खुद के छोटे भाई को बिजनेस करने वाले लोगों को वहां पर तोल मोल कर वे लोगों ने बेच दिया। അവർ പല റേറ്റ് പറഞ്ഞു കാണും, പല ചോദിച്ചു കാണും. कई रेट उन्होंने बोला होगा, कई प्रकार की बातें बोला होगा। ഇസ്മായിലിയ കച്ചവടക്കാരും പലതും പറഞ്ഞു കാണും. इस्माइली जो गोत्र करने वाले लोगों ने कई बातों को बोला होगा। 20 വെള്ളിക്കാശിന് വിറ്റു. उसके बाद जो 20 सिक्कों के लिए बेच दिया। നമ്മുടെ കർത്താവായ യേശുവിനെ യൂദാസ് ഇസ്കരിയോത്ത് വിറ്റത് എത്ര വെള്ളിക്കാശിനാ? मेरे प्रियो, हमारे प्रभु यीशु मसीह को यूदास इस्करियोत ने कितने सिक्कों के लिए बेचा? 30 വെള്ളിക്കാശിന്. 30 सिक्कों के लिए। യോസഫിന് വിറ്റ കാശ് കൊടുത്ത് ഇവർ പുതിയ വസ്ത്രം വാങ്ങുകയോ ഇത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയോ ചെയ്ത് കാണും. शायद यूसुफ को भेजा हुआ और मिला हुआ उन 20 सिक्कों से उन्होंने कोई एंजॉय किया होगा, कोई कपड़ा खरीदा होगा। അതവിടെ നിൽക്കട്ടെ, 39 കടന്നു വരുന്നു. वहां पर रुकने पर 39 में मैं आऊं। ഇസ്മായിലിയ കച്ചവടക്കാർ ഇവനെ കൊണ്ടുവന്ന് പോത്തിഫറിന് ലാഭത്തിന് വിറ്റു. मेरे प्रियो, इस्माइली ये बिजनेस करने वाले लोग पोतीफर को प्रॉफिट में बेच दिया। നമ്മൾ അതാണ് വായിച്ചത്. അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവിടെ പോത്തിഫറിന്റെ കരങ്ങൾ വിറ്റു. वही हमने 39 में पढ़ा मेरे प्रियो कि वो मिस्र में ले गए और पोतीफर के घराने के लिए बेच दिया। പോത്തിഫർ ആരായിരുന്നു? पोतीफर कौन था? ആ മിസ്രൈമിലെ രാജാവായ ഫറവോന്റെ അകമ്പടി നായകനായ പോത്തിഫർ. इजराइल के राजा के रहने वाले अंग रक्षक और प्रधानों में एक था। രണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചോ? दूसरी वाक्य ध्यान करो। യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ he was successful. देखिए, यहोवा यूसुफ के साथ होने के कारण यूसुफ आशीषित था। 39 അധ്യായത്തിലോ 39 अध्याय
सीआई में। രണ്ടാമത്തെ വാക്യത്തിൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. दूसरी वाक्य में यहोवा यूसुफ के साथ था। 39:3 യോസഫിന്റെ മാസ്റ്റർ കാണുന്നു യഹോവ യോസഫിനോട് കൂടെ ഉണ്ടെന്ന്. उसी के तीसरी आयत में यूसुफ वहां पर यूसुफ का मालिक देखता है कि परमेश्वर यूसुफ के साथ है। 39:5 യോസഫ് അവനോട് കൂടെ ദൈവം യോസഫിനോട് ഉണ്ടായിരുന്നുകൊണ്ട് പോത്തിഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 39 के 5 के अंदर परमेश्वर यूसुफ के साथ होने के कारण परमेश्वर ने पोतीफर के भवन को आशीष किया। ദൈവപൈതലേ, കൃപ പ്രാപിച്ച ദൈവപൈതലേ, നീ ചെല്ലുന്ന സ്ഥാപനത്തിന് നീ ഒരു അനുഗ്രഹമായിരിക്കും. मेरे प्रियो, खुदा के कृपा को और दया को रहने वाले लोग जिस जगह पर आप जाएंगे आपके कारण वो जगह आशीषित होगा। ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ദൈവപൈതലേ, ദൈവിക വാഗ്ദത്ത പ്രകാരം നിങ്ങളുടെ സ്ഥലത്ത് കടന്നു ചെല്ലുമ്പോൾ ആ സ്ഥലം നിങ്ങൾ മുഖാന്തരം मेरे അനുഗ്രഹിക്കപ്പെടും. प्रियो, परमेश्वर के वायदे को प्राप्त किए हुए लोग जिस जगह पर आप जाएंगे परमेश्वर की कृपा दृष्टि आपके होने के कारण आप जाने वाला जगह आपके कारण आशीषित होगा। ഇന്ന് പകൽക്കാലം ഞാൻ ചില യൗവനക്കാർ നോക്കി ആത്മാവിൽ ദൂത് വിളിച്ചു मेरे പറയുകയാണ്. नौजवानों को देखकर मैं बोलना चाहता हूँ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങളുടെ അനുഗ്രഹമാ. आपके काम के जगह पर आप एक आशीष है। നിങ്ങൾ ബിസിനസ്സിൽ പങ്കാളികളായിരിക്കുന്ന ബിസിനസ് നിങ്ങൾ മുഖാന്തരം അനുഗ്രഹമാ. जिस बिजनेस में आप है वो बिजनेस आपके जरिए आशीषित है। നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു അനുഗ്രഹമാ. आपके जरिए आपका पत्नी आशीषित है। നിങ്ങൾ വസിക്കുന്ന ദേശത്ത് നിങ്ങളുടെ കുടുംബം മുഖാന്തരം അനുഗ്രഹമാ. आपका देश आपके परिवार के कारण आशीषित है। നിങ്ങൾ സഭയ്ക്ക് ഒരു അനുഗ്രഹമാ. आप कलिसिया के लिए आशीष സഭ है। ദേശത്തിന് ഒരു അനുഗ്രഹമാ. कलिसिया देश के लिए एक आशीष है। വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ विश्वास करने സ്തുതിച്ചാട്ടെ. वाले लोग थाली बजाकर खुदा का स्तुति करे। ഇപ്പോൾ ഭവനത്തിൽ നിന്ന് പൊട്ടക്കിണറ്റിൽ നിന്ന് അടിമച്ചന്തയിൽ നിന്ന് പോത്തിഫറിന്റെ ഭവനത്തിൽ. देखिए, घर से जंगल, जंगल से कुआं, कुएं से बेचा गया, बेचा जाने वाले अनुभव से मिस्र के घर, मिस्र से पोतीफर के घर में गया है यूसुफ। 21-ാമത്തെ വാക്യം വായിക്കുവാൻ 39 ആഗ്രഹിക്കുന്നു. का 21 हम आपके लिए पढ़ना चाहते हैं എന്നിട്ട് അതിന്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ ഒന്ന് വിവരിക്കുവാൻ और ആഗ്രഹിക്കുകയാണ്. उसके साथ ही साथ उसके बीच में रहने वाले बातों को मैं बतलाऊं। 39-21 कहता है, पर यहोवा यूसुफ के संग संग रहा और उस पर करुणा की और बंदीगृह के दरोगों के अनुग्रह की दृष्टि उस पर हुई। ബട്ട് എന്ന ശബ്ദം വളരെ പ്രധാനമാണ്. എന്നാൽ യഹോവ യോസഫിനോട് കൂടെയിരുന്നു. पर यहोवा, पर करके रहने वाला शब्द बड़ा ही इंपॉर्टेंट इस शब्द में है। पर यहोवा यूसुफ के संग संग था। ഇപ്പോൾ യോസഫ് എവിടെയാണോ? अभी यूसुफ कहाँ है? ഇപ്പോൾ യോസഫ് കാരാഗൃഹത്തിലാണ്. अभी यूसुफ बंदीगृह में है। അപ്പന്റെ ഭവനത്തിലല്ല. अभी पिता के घर में नहीं। ഇപ്പോൾ അപ്പൻ അവനോട് കൂടെയില്ല. अभी बाप नहीं है उसके साथ, സഹോദരന്മാർ അവനോട് भाइयां കൂടെയില്ല. नहीं है उसके साथ। ഇപ്പോൾ പോത്തിഫറിന്റെ ഭവനത്തിലല്ല. अभी पोतीफर के घर में नहीं है वो। അവനോട് കൂടെ അവന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരില്ല. उसके साथ काम करने वाले लोग नहीं है। എല്ലാവരും അവനെ വിട്ടു. सभी लोग उसको छोड़ दिए। എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി. सभी लोगों ने उसको अकेला कर दिया। അവനെ കാരാഗൃഹത്തിലടച്ചു. उसको बंदी गृह में डाल दिया। പക്ഷെ അവിടെയും ദൈവം അവനോട് കൂടെ लेकिन ഉണ്ടായിരുന്നു. वो बंदी गृह में भी यहोवा उसके साथ था। കാരാഗൃഹത്തിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന യോസഫേ, बंदी गृह में भी खुदा की उपस्थिति को अनुभव करने वाले हैं यूसुफ। എന്താണ് ഇതിന്റെ രഹസ്യം? इसका रहस्य क्या है? എന്താണ് യോസഫേ ഇത്രയും പേർ നിങ്ങളെ തള്ളിയിട്ടും ദൈവം നിങ്ങളെ തള്ളാഞ്ഞത്? क्यों यूसुफ, इतने लोगों ने तुम्हें बार बार ठुकराने के बावजूद भी परमेश्वर ने तुम्हें नहीं ठुकराया? സഹോദര സഹോദരി കുഞ്ഞെ മാതാവേ, രഹസ്യം അറിയണമോ? भाइयों बहनों माता पिता, आपको रहस्य जानना है। പോത്തിഫറിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാം. पोतीफर के घर में आओ चले। നിശ്ചയമായിട്ടും ഇസ്മായേലിയ കച്ചവടക്കാർ 20 വെള്ളിക്കാശിനാണ് അവനെ വാങ്ങിയത്. 20 വെള്ളിക്കാശിന് വിറ്റ് കാണത്തില്ല, 18 വിറ്റ് കാണത്തില്ല. ലാഭം ഉണ്ടാക്കി അവനെ യോസഫിന് അവർ വിറ്റു പോത്തിഫറിന്. हम जानते हैं कि इस्माइली गोत्र के बिजनेस करने वाले लोग 20 सिक्कों में यूसुफ को खरीदा है और जरूर मैं विश्वास करता हूं कि 20 सिक्कों में या 18 सिक्कों में या 19 सिक्कों में यूसुफ को नहीं बेचा होगा। पोतीफर को एक अच्छा प्रॉफिट के साथ दुगना रेट में यूसुफ को बेचा होगा। 39 ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ചു കേട്ടോളണം. 39 का 2 हम इस प्रकार पढ़ते The हैं। Lord was with Joseph, so he became a successful man. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ഒരു കൃതാർത്ഥനായി देखिए, സക്സസ്ഫുൾ
ഭാഗ്യവാനായി. यहोवा उसके संग यूसुफ के संग था, इसीलिए वह भाग्यवान पुरुष हो गया. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ, अभी ध्यान से सुनो. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. Come on, listen to me ഈ carefully. അടിമയായ യോസഫ് ഒരു ആട്ടിടയനാണെന്ന് മറന്നു പോകരുത്. കുലത്തൊഴിൽ അവന്റെ ആട്ടിടയന്മാരുടെ കുടുംബത്തിലാണ്. ये जो है चरवाहों के परिवार से आने के कारण ये एक चरवाहे का रीति रिवाज में रहता है. സോ അന്ന് ഈ പോത്തിഫറിനും സങ്കല്പമാണ്, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും നിശ്ചയമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. പോത്തിഫറിനും ആടുമാടുകൾ പലതയുണ്ടോ, ഒരുപാട് വേലക്കാരുണ്ടോ. मैं इस प्रकार संकल्प चिंता करता हूँ, लिखा नहीं है लेकिन मैं चिंता करता हूँ कि पोतीफर को भी कई प्रकार के भेड़ बकरियां उन दिनों में होगा. ഒന്ന് അവൻ മറ്റൊരു രാജ്യക്കാരനാണ്, മറ്റൊരു ഭാഷക്കാരനാണ്, മറ്റൊരു സംസ്കാരത്തിൽ നിന്നും സംസ്കൃതിയിൽ നിന്നും വന്നവനാണ്. एक वो दूसरा राज्य का, दूसरा भाषा का, दूसरा संस्कृति का, दूसरा कई प्रकार की चीजों को रहने वाला. മിസ്രൈമിലെ ദൈവത്തെ ആരാധിക്കുന്നവനല്ല, मिस्र की भगवानों की आराधना नहीं करता यूसुफ, മറിച്ച് ഒരു അടിമയായി വാങ്ങിയതാണ്. बल्कि एक गुलाम के तौर पर खरीदा है उसको. ആദ്യമേ തന്നെ അവന്റെ വീട്ടിനകത്ത് കയറ്റി കാണത്തില്ല. इसलिए पहले ही अपने घर के अंदर नहीं ले गया होगा. ആദ്യമേ അവനെ ആടുകളെ മേയ്ക്കുന്ന ഉത്തരവാദിത്വം കൊടുത്തു. पहले होगा शायद उसको भेड़ बकरियों को चराने का उत्तरदायित्व दिया होगा. ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തത കാണിച്ചത് കൊണ്ടും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ടും അവിടെ അവന് ഒരു വർധനവോ അല്ലെങ്കിൽ അവിടെ ഒരു സക്സസ് ഉണ്ടായി. देखिए वो उत्तरदायित्व में अच्छे से विश्वस्तता के साथ रहते हुए यूसुफ को वहां पर परमेश्वर की कृपा के संग संग वो बढ़ोतरी को प्राप्त किया. ഞാൻ കേട്ടിട്ടില്ല, എന്താ പറയുന്നത്, ഒരു കമ്പനിയിലും ആരെയും ആദ്യമായിട്ട് റിക്രൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ MD-യുടെ ചെയറിൽ ഇരുത്തുമെന്ന്. मैंने कभी नहीं सुना किसी को एक कंपनी में अगर हायर किया जाए तो स्टार्टिंग में उसको मालिक के चेयर पे जाके बिठा देंगे. അവനൊരു എംപ്ലോയിയാണ്, पहले वो एक एम्प्लॉई. പക്ഷെ അവന്റെ വിശ്വസ്തതയും അവന്റെ കഠിന പ്രയത്നവും ദൈവിക ആശ്രയവുമാണ് അവനെ ഉയർത്തിക്കൊണ്ടു പോകുന്നത്. ध्यान से सुनने पाए, उसका कठिन परिश्रम और उसका हार्ड वर्क और फेथफुलनेस, परमेश्वर की कृपा दृष्टि, ये सारे चीजें उसको बढ़ोतरी की ओर ले चलता है. ലോകക്കാരനായ ഒരുവന് ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകണമെന്നില്ല, പക്ഷെ അവന്റെ കഠിന പ്രയത്നവും അവന്റെ വിശ്വസ്തതയുമാണ് അവനെ ഉയർത്തുന്നത്. संसारिक व्यक्ति के नजर में उसको परमेश्वर की कृपा शायद दृष्टि दिखाई नहीं देगा, बल्कि उसका हार्ड वर्क और उसका विश्वस्तता शायद दिखाई देगा. പക്ഷെ അങ്ങനെ ഒരു ലോകക്കാരൻ അത് പ്രകാരം ഉയർന്നു പോകുമെങ്കിൽ ദൈവ കൃപയുള്ള ദൈവിക വാഗ്ദത്തമുള്ള ഒരു ദൈവ പൈതൽ എത്രമാത്രം അനുഗ്രഹിക്കപ്പെടേണ്ടിയിരിക്കും. सोचने पाए एक संसारिक व्यक्ति बढ़ोतरी को प्राप्त इतना तौर पे कर सकता है, तो परमेश्वर पे विश्वास करने वाले, जीने वाले, वायदा रहने वाले आप और आपके संतान कितना अधिक आशीषित होंगे. അവൻ വിശ്വസ്തനാണെന്നും ദൈവം അവനോട് കൂടെ ഉണ്ടെന്നും ആര് കണ്ടുവെന്ന് എഴുതിയിരിക്കുന്നത്? देखिए यहाँ पर क्या लिखा है, यूसुफ विश्वस्ता परमेश्वर के साथ था करके किसने देखा? അവൻ തൊടുന്ന സകലത്തിലും അനുഗ്രഹം പ്രാപിക്കുമെന്ന് ആര് കണ്ടു? वो छूने वाले सारे चीजों में वो आशीषित हो रहा है करके किसने देखा? അവന്റെ എംപ്ലോയർ കണ്ടു, उसके एम्प्लॉयर ने, उसके मालिक ने देखा, അവന്റെ യജമാനൻ കണ്ടു. उसके मालिक ने देखा. ദൈവവൈതലെ, താങ്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, താങ്കൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, താങ്കൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളിൽ താങ്കൾ വിശ്വസ്തത കാണിക്കാറുണ്ടോ, വിശ്വസ്ത പുലർത്താറുണ്ടോ? मेरे प्रियो, आप रहने वाले कंपनी में, आप रहने वाले जगह पर, इंडस्ट्री में, जहां पर भी आप हो, क्या आप फेथफुलनेस, विश्वस्तता को दिखाते हो? आर यू फेथफुल? ദൈവിക ശുശ്രൂഷയിലും അത് തന്നെയാണ്. परमेश्वर के सेवकाई में भी वही है. പ്രിൻസിപ്പിൾ അതാണ്. परमेश्वर का मूल्य सिद्धांत वो है. കഴിഞ്ഞ ആഴ്ചയിൽ ശിഷ്യത്വം എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് അധികാരം നമ്മെ പഠിപ്പിച്ചു. पिछले हफ्ते we had a 1 week series of discipleship, छेला किस तरह बनना है, शिष्यत्व के बारे में हम एक हफ्ते से सीख रहे थे. എങ്ങനെയാണ് ഉയർച്ചകൾ വരുന്നതെന്ന് കണ്ടു. हमारे जूम प्रेयर में हमने सुना कैसे हम बढ़ोतरी को प्राप्त करते हैं. ദൈവസഭയ്ക്കകത്തും ഒരു ചെറിയ ജോലി പോലും ഏൽപ്പിക്കുമ്പോൾ അതിൽ വിശ്വസ്തരെയാണ് ദൈവം ഉയർത്തിക്കൊണ്ടു പോകുന്നത്. ध्यान से सुनिए, परमेश्वर के कलीसिया के अंदर भी एक छोटा सा छोटा काम भी अगर दिया जाए, उसको विश्वस्तता के साथ करने वाले व्यक्ति को ही परमेश्वर आगे बढ़ाता है. പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയവും അവിടെ. कई बार हमारा जीवन के अंदर के पराजय भी वहीं पर है. നമുക്ക് ഒരുപാട് താലന്തുകൾ കണ്ടേക്കാം, പക്ഷെ നമ്മൾ വിശ്വസ്തത കാണിക്കുവാൻ തയ്യാറാകാം. हमारे अंदर कई टैलेंट होगा, लेकिन हम हमारे टैलेंट को प्रमुखता देते हैं, विश्वस्तता को नहीं. Praise the Lord. Praise the Lord. ഞാൻ അവിടെ നിന്ന് മുൻപോട്ട് കയറട്ടെ. ഇത് നിങ്ങൾക്കൊക്കെ ഒരു ചിന്തയ്ക്കായി ഇട്ടുകൊണ്ട് മുൻപോട്ട് കയറുകയാണ്. मैं आप लोगों को एक चिंता देकर आगे बढ़ना चाहता हूँ. അപ്പം യോസഫിനെ കുറിച്ച് പിന്നെ വേദപുസ്തകം പറയുന്നത് യോസഫ് വളരെ
സുന്ദരനായിരുന്നു, നിങ്ങളെ പോലെയും എന്നെ പോലെയും. पवित्र वचन कहता है कि यूसुफ बहुत ही सुंदर था, आपके समान मेरे समान. അപ്പം ചില ദിവസങ്ങൾ ചില മാസങ്ങൾക്ക് ശേഷമാണ് പുറംപോക്കിലായിരുന്ന ആടുകളെ മേയ്ക്കുവാനായി ഉത്തരവാദിത്വം ലഭിച്ച ഈ യോസഫിന് പോത്തിഫറിന്റെ ഭവനത്തിൽ ഒരു എൻട്രി ലഭിച്ചത്. देखिए कई दिनों के बाद, कई महीनों के बाद पोतीफर के भवन में पोतीफर यूसुफ को ले आया. അപ്പൊ പോത്തിഫറിന്റെ ഭവനത്തിലും അനുഗ്രഹം വരുന്നത് കണ്ടപ്പോൾ പോത്തിഫർ അവൻ അടുത്ത പ്രമോഷൻ കൊടുത്തു, സകലത്തിലും അധികാരിയായി. पोतीफर के घर के अंदर भी इसके कारण आशीष हो रहा है करके जब सुना तो पोतीफर ने इसको हर एक चीजों का मालिक बना दिया. ഇപ്പം പോത്തിഫറിന്റെ ഭവനത്തിൽ യോസഫിന് ഈസി ആക്സസ് ആണ്, എവിടെ വേണമെങ്കിലും സ്വയമായി വിഹരിക്കാം, സകലവും അവന്റെ കൈ കീഴിൽ अभी കൊടുത്തിരിക്കുകയാണ്. पोतीफर के भवन के अंदर भी फुल एक्सेस यूसुफ को मिला है, जो भी चाहिए वो पोतीफर के घर के अंदर कर सकता है. ഈ സമയമാണ് പോത്തിഫറിന്റെ ഭാര്യ അവനെ കാണുന്നത്. इस समय पर पोतीफर का बीवी यूसुफ के ऊपर नजर रखता है. പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് സുന്ദരനായ ചെറുപ്പക്കാരന്റെ കൂടെ ഒന്ന് ശയിക്കണമെന്നൊരു മോഹം. पोतीफर के पत्नी को ये सुंदर नौजवान के साथ अपने आप को लुप्त करना है करके एक चिंता उसको आया. അതിന്റെ നമ്മൾ മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 39 अध्याय के अंदर अगर कुछ അതിന്റെ वाक्यों को 7ാമത്തെ വാക്യം पढ़ेंगे, 39:7 उसका 7वीं वाक्य इस प्रकार कहता है, इन बातों के पश्चात ऐसा हुआ कि उसके स्वामी का पत्नी ने यूसुफ की ओर आंख लगाई और कहा, मेरे साथ सो. 8 पर उसने अस्वीकार करते हुए अपने स्वामी की पत्नी से कहा, सुन, जो कुछ इस घर में है मेरे हाथ में है, उसे मेरा स्वामी कुछ नहीं जानता और उसने अपना सब कुछ मेरे हाथ में सौंप दिया है. इस घर में मुझसे बड़ा कोई नहीं और उसने तुझे छोड़ जो उसकी पत्नी है मुझसे कुछ नहीं रख छोड़ा, इसलिए भला है ऐसे बड़ी दुष्टता करके परमेश्वर का अपराधी क्यों बनूं. 10 और ऐसा हुआ कि वह प्रतिदिन यूसुफ से बातें करती रही, पर उसने उसकी ना मानी कि उसके पास लेटे या उसके संग रहे. ഒന്ന് മനസ്സിലാക്കണം, क्या जो सुनने पाए, യോസഫിന്റെ മേൽ പാപത്തിന്റെ ഒരു സമ്മർദ്ദം, यूसुफ के ऊपर पाप करने का एक टेम्पटेशन या एक फोर्स, യോസഫിന്റെ ഇപ്പോൾ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം, यूसुफ के चारों ओर अवस्थाओं का एक फोर्स, एक निबंध. ആ പാപം ചെയ്യുവാനുള്ള സമ്മർദ്ദം തന്റെ ബോസിന്റെ ഭാര്യയിൽ നിന്ന് തന്നെ. और वो पाप करने के लिए प्रेरणा कौन दे रहा है? उसका ही मालिक का पत्नी. യോസഫിന്റെ വയസ്സ് എത്രയാണ്? यूसुफ का उम्र क्या है? 37 പറയുന്നു, യോസഫിന്റെ വയസ്സ് 17. 37 अध्याय में कहता है कि यूसुफ सिर्फ 17 उम्र का है. 41 യോസഫ് ഫറവോന്റെ മുൻപിൽ നിൽക്കുമ്പോൾ വയസ്സ് പറയുന്നു 40. 41 अध्याय में फिरौन के सामने रहने वाला यूसुफ का उम्र है 40. അപ്പൊ ഫറവോന്റെ വീട്ടിലും ഈ ജയിലഴികളിലും കൂടി ആയിട്ട് ഏകദേശം 13 വർഷങ്ങൾ. और लगभग 13 साल हो गया जेल खाने में, और ഫറവോന്റെ വീട്ടിലും ജയിലിലും കൂടി. जेल खाने में और फिरौन के घर में जो है लगभग 13 साल हुआ है. സോ വേദപണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം 2 വർഷം മാത്രമാണ് ഫറവോന്റെ വീട്ടിൽ ജോലി ചെയ്തത്. और इस प्रकार वेद पंडित लोग कहते हैं कि पोतीफर के घर में सिर्फ 2 साल उसने काम किया. 11 വർഷം ജയിലിലാണ്. 11 साल वो जेल में था. അങ്ങനെയാണെങ്കിൽ ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ऐसा है तो एक 19 उम्र रहने वाला, चलो नौजवान, യൗവന മോഹങ്ങളെല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരൻ, जवानी का हर एक अभिलाषा रहने वाला एक നല്ല नौजवान, ചോരയും മജ്ജയുമുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ, एक अच्छा देखने के लिए हट्टा कट्टा नौजवान, മറുവശത്ത് സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലം, और साथ ही साथ उसकी अवस्थाएं उसके और है. തന്റെ ബോസിന്റെ പത്നി തന്നെ പാപം ചെയ്യുവാൻ उसके പ്രേരിപ്പിക്കുന്നു. स्वामी की पत्नी कहती है पाप करने के लिए. അവൾ ഓരോ ദിവസവും അവന്റെ മേൽ സമ്മർദ്ദം ഇട്ടുകൊണ്ടിരിക്കുന്നു. वो एक एक दिन उसके ऊपर विवशता डाल പക്ഷേ रही है. യോസഫ് ഓരോ ദിവസവും അവളെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. लेकिन यूसुफ एक एक दिन उससे भाग रहा है. യോസഫിന്റെ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? यूसुफ बोलने वाला बात सुनो, ഞാൻ ഇപ്രകാരം ചെയ്ത് ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? मैं ऐसे कर कर परमेश्वर से कैसे पाप कर दूं? എന്താ സഹോദര യോസഫേ ഇതിന്റെ കാര്യം? ए भाई यूसुफ, इसका कारण क्या है? യോസഫേ താങ്കൾ ഒരു ചെറുപ്പക്കാരനല്ലേ? यूसुफ, क्या तू एक जवान नहीं? യോസഫേ താങ്കൾക്ക് വികാരമില്ലേ? क्या तुझे अभिलाषा नहीं? പക്ഷെ യോസഫിന്റെ പദം പറയും, യോസഫിന്റെ കാര്യം പറയുവാനുണ്ടോ? यूसुफ एक बात बोलता है, ഞാൻ ഇവിടുത്തെ മിസ്രയീമി അടിമകളെ പോലെ മറ്റു വാഗ്ദത്തമില്ലാത്ത അടിമ
അടിമകളെ പോലെയുമല്ല. मैं यहाँ का मिस्री के गुलामियों के समान, दूसरे व्यक्तियों के समान नहीं हूँ. ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നു. मैं जानता हूँ कि मैं कौन എന്റെ हूँ. മേലുള്ള ദൈവിക നിയോഗം എന്തെന്ന് ഞാൻ അറിയുന്നു. मेरे ऊपर रहने वाला परमेश्वर का बुलाहट मैं जानता हूँ. എന്റെ മേലുള്ള ദൈവിക പർപ്പസ് എന്തെന്ന് ഞാൻ അറിയുന്നു. मेरे ऊपर रहने वाला परमेश्वर का पर्पस मैं എന്നെ जानता കേൾക്കുന്ന हूँ. ചെറുപ്പക്കാരത്തികളെ, Youngsters listening to me, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, सुनने वाले भाई बहनों, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട് പാപം ചെയ്ത് നശിച്ചു പോകല്ലേ. अवस्थाओं के अधीन होते हुए पाप कर कर अपने आप को नाश मत करो. സാഹചര്യങ്ങളൊക്കെയും നിന്നെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ अवस्थाएं तुम्हें पाप करने के लिए जब ले चलता है, ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ട് എങ്കിൽ परमेश्वर का वचन अगर आपके हृदय में है तो സകല സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളെയും ജയിക്കുവാൻ നിനക്ക് കഴിയും. हर एक अवस्थाओं के ऊपर एक विजय आपको होगा. എന്തു വചനം പറയുന്നു? वचन क्या कहता है? ഒന്നാം സങ്കീർത്തനം പറയുന്നു, फर्स्ट भजन संगीता, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കണം. दुष्ट लोगों के बातों में, पापियों के रास्तों में और ठट्टा और मजाक उड़ाने वालों के संग ना बैठो. ഒന്നാമത്തെ കാര്യം നടക്കരുത്, പിന്നെ നിൽക്കരുത്, പിന്നെ ഇരിക്കരുത്. पहली बात है चलना नहीं, बैठना नहीं, मिलना नहीं. Praise the Lord. Hallelujah. അതൊന്നുകൂടി और മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ समझना है तो സദൃശ്യവാക്യങ്ങൾ ഒന്നാം അധ്യായം വായിക്കോ. हम लोग പ്രോവർബ്സ് ഒന്നാം അധ്യായം प्रोवर्ब्स उसका पहली अध्याय, അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. नीति वचन उसका 1 उसका 10 कहता है. ഇപ്രകാരമാണ് പറയുന്നത്, परमेश्वर का वचन नीति वचन उसका पहला उसका 10 कहता है, हे मेरे पुत्र, यदि पापी लोग तुझे फुसलाए तो उनकी बात ना मानना. ശ്രദ്ധിച്ചോ, പാപികൾ നിന്നെ പ്രലോഭിപ്പിച്ചാലും, ഹല്ലേലൂയ, മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. वचन कहता है, हे मेरे पुत्र, पापिया तुम्हें फुसलाए तो भी उनके बात ना मानना. എവിടെയെല്ലാം നിനക്ക് നോ പറയണമോ, നോ പറയുവാനുള്ള ചങ്കൂറ്റം നീ കാണിക്കണം. जहां पर तुम्हें ना बोलना है वहां पर ना बोलने के लिए अपने आप को तैयार करो. പാപികളുടെ വശീകരണത്തിലും സമ്മർദ്ദത്തിലും പീർ പ്രഷറിലും അകപ്പെട്ട് നശിച്ചു പോകല്ലേ. पापियों के बातों में मत फुसला जाओ. ഇന്നത്തെ പെന്തക്കോസ്തിന്റെ തലമുറയ്ക്ക് പറ്റിപ്പോയ പരാജയം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാവരുതേ. आज पेंतिकुस्त के पीढ़ी के साथ होने वाला पराजय मेरे और आपके घर में नहीं होने पाए. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ये सुनने वाले मेरे प्रियो, സാഹചര്യങ്ങൾ സമ്മർദ്ദത്തിൽ ഒതുക്കുന്നതിനെ ഒടിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ പദ്ധതികൾ ഇടുമ്പോൾ, अवस्थाएं जब तुम्हें उस अवस्थाओं की अधीन रखते हुए पाप का एक जंजीर में जब तुम्हें बांधना चाहती है तो ദൈവത്തിന്റെ വചനം നിന്റെ അകത്തുണ്ടാവട്ടെ. प्रभु यीशु का वचन तुम्हारे अंदर हो. ദൈവ വചനം നിന്റെ അകത്ത് കത്തട്ടെ. परमेश्वर का वचन तुम्हारे अंदर जलने दो. അതുകൊണ്ട് ഒന്നാം സങ്കീർത്തനം പറയുന്നത്, इसलिए पहली भजन संगीता कहता है, ദുഷ്ടന്മാരുടെ ആലോചനയിൽ നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ബിൽബിളിൽ ഇരിക്കാതെയും പിന്നെ എന്ത് ചെയ്യണം? രാപകൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. देखिए, दुष्टों की युक्ति पर ना चलते हुए, पापियों के मार्ग पर खड़ा ना होने वाला, टट्टा करने वालों की मंडली में ना बैठने वाला, परंतु यहोवा की व्यवस्था से प्रसन्न रहने वाला व्यक्ति. യോശുവേ, हे यूसुफ, നീ യോശുവയെ, हे योशुआ, നീ കാൽ ചവിട്ടുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് നൽകണമെങ്കിൽ ഒന്ന് നീ ചെയ്യണം. मैं तुम पैर लगाने वाला देश तुम्हें मिलना है तो एक काम तुम करना. ഒരു മനുഷ്യനും നിന്റെ മുൻപിൽ ഒരിക്കലും നിൽക്കുവാൻ കഴിയാതെ ഇരിക്കണമെങ്കിൽ ഒന്ന് നീ ചെയ്യണം. कोई भी व्यक्ति तुम्हारे खिलाफ खड़े ना रहने जैसा है तो एक काम तुम करना. മോശ പരാജയപ്പെട്ട സ്ഥാനത്താണ് യോശുവയെ എന്ന് വിളിച്ചിരിക്കുന്നത്. मूसा अंत में पराजित होने वाले जगह पर परमेश्वर ने यहोशू को खड़ा किया. വാഗ്ദത്തം കേട്ട ഒരു തലമുറയെ വാഗ്ദത്തം നിവർത്തീകരണത്തെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് നിന്റെ മേലോ. वायदा रहने वाले एक पीढ़ी को वायदा के भूमि की ओर ले जाने वाले उत्तरदायित्व के साथ ഒന്ന് നീ ചെയ്യേണ്ടതുണ്ടോ? एक बात तुम्हें करना है. ഈ ദൈവവചനത്തിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. परमेश्वर की व्यवस्था से ना तो दाहिने ना तो बाएं मुड़ना. ഇന്ന് പകൽക്കാലം എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रहा है आज? യോസേഫും നമ്മളെ പോലെ ചെറുപ്പക്കാർ
ചെറുപ്പക്കാരനായിരുന്നു, അല്ല, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളെ പോലെ ചെറുപ്പക്കാരനായിരുന്നു. यूसुफ तुम्हारे समान एक जवान था. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എല്ലാം അവൻ ഉണ്ടായിരുന്നിട്ടും अवस्थाएं सभी कुछ उसके और होने के बावजूद भी ഓരോ ദിവസവും പോത്തിഫറിന്റെ പത്നി അവനെ എൻഡേസ് ചെയ്തിട്ടും एक एक दिन पोतीफर उसके स्वामी का पत्नी उसको एंटाइस करने के അവൻ बावजूद അവളുടെ എൻഡീസ് ആയ വാക്കുകളിൽ വീണു പോകാതെ उन बातों में ना फुसलाते हुए തന്നെ തന്നെ സൂക്ഷിച്ചതുപോലെ अपने आप को जिस तरह उसने माना इन्न- संभाला. ഇന്ന് പകൽക്കാലം താങ്കൾ ആരെന്നും താങ്കളുടെ മേലുള്ള ദൈവിക നിയോഗമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സാഹചര്യങ്ങളുടെ മേൽ ജയം പ്രാപിക്കുന്നവർക്കായി സ്തോത്രം. आज सुबह के समय पर आप लोग कौन हैं और आपकी अवस्थाओं के अनुसार परमेश्वर में खड़े रहने वाले लोगों के लिए खुदा का धन्यवाद. 39:10 പ്രകാരം പറയുന്നു, देखिए उत्पत्ति 39 उसका 10 कहता है, As she spoke to Joseph day after day, he did not listen to her, to lie beside her or to be with her. और ऐसा हुआ कि वह प्रतिदिन यूसुफ से बातें करती रही पर उसने उसकी ना मानी कि उसके पास लेटे या उसके संग रहे. എന്ന് പ്രകാരം പറയാ, मैं ऐसा बोलूं, ഹല്ലേലൂയ. അവളുടെ വശീകരണം, അവളുടെ ആ കിടക്കുവാനുള്ള വശീകരണത്തിന് മാത്രം അല്ല അവൻ അടിമപ്പെടാതിരുന്നത്. वो वहां पर उसके साथ सिर्फ लेटने के आकर्षण में सिर्फ नहीं पड़ा, वो ही नहीं, സംസാരിക്കുവാൻ പോലും ഒരു അവസരം കൊടുത്തില്ല. बातें करने के लिए भी अपना इंटरेस्ट नहीं दिखाया. മനസ്സിലായില്ലല്ലേ? समझ में नहीं आया. ചാറ്റ് ചെയ്യാനേ, चैट करने के लिए മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായല്ലോ? भी समझ में आ रहा है. വാട്സപ്പ് ചാറ്റ്, അല്ലാത്ത ചാറ്റ്, ഈ ചാറ്റ്, ചായ ചാറ്റ്, മറ്റേ ചാറ്റ്, ഇതൊന്നും ചെയ്യാനായിട്ടുണ്ടല്ലോ യോസഫ് ഒരു അവസരം मेरे കൊടുത്തില്ല. प्रियो व्हाट्सएप का चैट जो है, कॉफी का चैट, ये सब करने के लिए यूसुफ अपने आप को समर्पण नहीं किया. ഇന്ന് പകൽക്കാലം നീ ഏതിനകത്താണ് അകപ്പെട്ട് കിടക്കുന്നെന്ന് മനസ്സിലാക്കി മടങ്ങി വന്നാൽ ദൈവം താങ്കളെ ഉപയോഗിക്കുവാൻ आज ആഗ്രഹിക്കുന്നു. सुबह के समय पर तुम किस चीज के अंदर फंस गए हो करके अगर तुम ध्यान कर कर अगर वापस आना चाहते हो तो परमेश्वर तुम्हें उपयोग करना चाहता है. എത്ര എൻഡേസിംഗ് ശബ്ദമാണ് പറഞ്ഞത്. कितना ही मधुर आवाज से बोला है. അവൾ പറഞ്ഞു കാണും, നീ എത്രയോ സുന്ദരനാണ്, उसने बोला कितना ही सुंदर है. നീ അടിമയായി ജീവിക്കേണ്ടവനല്ല. तुम एक गुलाम नहीं होना है. എന്തിനാ നീ അടിമയായി क्यों ജീവിക്കുന്നത്? तुम गुलाम है? ഞാൻ നിന്നെ പ്രൊമോഷനിലേക്ക് मैं കൊണ്ടുവരാം. तुम्हें प्रमोशन दूंगा. ഒരുപാട് കോൺസിപ്രസി ഒരു പക്ഷേ അവൾ പറഞ്ഞു കാണും. कई सारे बातें, झूठ बातें उसने बोला होगा. ഒരുപാട് വാഗ്ദാനങ്ങൾ അവൾ കൊടുത്തു കാണും. कई वायदों को उसने बोला होगा. അവൾ സംസാരിക്കുവാൻ അവസരവും ഇൻട്രസ്റ്റും കാണിക്കുകയാണ്. वो बातें करने के लिए इंटरेस्ट दिखा रही है. Praise the Lord. Hallelujah. അവൻ അതെല്ലാം ഒഴിഞ്ഞു മാറി. वो सबसे भाग गया. എന്നെ ചിന്തിപ്പിക്കുന്ന വിഷയം ഇങ്ങനെയാണ്. चिंतित करने वाला बात ये है, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. मैं ऐसा चिंता करता എന്നെ हूँ. പോലുള്ള ചിന്തകന്മാർ ചിന്തിക്കുന്നത് मेरे ഇങ്ങനെയാണ്. समान चिंता करने वाले लोग चिंता ഇവൻ ആ करते हैं. വീടിനകത്ത് എവിടെ നടന്നാലും ये उस घर में जहां पर भी जाए, ഒന്ന് അവൻ അധികാരിയായി एक മാറിയിട്ടുണ്ടോ, वो एक अधिकारी है, ബാക്കിയുള്ളവരെല്ലാം അവന്റെ കീഴിലാണ്. बाकी सब उसके नीचे है. ഇവൻ ഒറ്റയ്ക്ക് പോകത്തില്ല. ये अकेला नहीं जाएगा. ഇവൻ ആരെങ്കിലൊക്കെ കൂടുതൽ കൂട്ടിക്കൊണ്ടു ये कोई किसी और एक जवान के साथ जाएगा. Someone said hallelujah. किसने बोला आमेन? പാസ്റ്റർ ജസ്റ്റിൻ ബൈബിൾ കോളേജിൽ പഠിച്ച് മുൻപോട്ട് പോകുമ്പോൾ പറഞ്ഞു, സഭാ ശുശ്രൂഷ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ വിവാഹം നടന്നിരിക്കണം. पास्टर जस्टिन जो है बाइबल कॉलेज से जब निकला, कलीसिया का सेवकाई, एक सेवक बनकर, एक सीनियर पास्टर बनकर आगे बढ़ना है, तो मैंने उसको कहा कि शादी करना है. Praise the Lord. Hallelujah. എൻ്റെ ജീവിതത്തിനകത്ത് ആ ഒരു മാതൃക സൂക്ഷിക്കുവാൻ എൻ്റെ സഭയിലുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഭവനങ്ങളിലൊന്നും മാക്സിമം സമയങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വരാറില്ല. ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടാണ് വരുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയമുള്ളത് കൊണ്ടല്ല, ഞാൻ വീണു പോകും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടല്ല, മറ്റുള്ളവന് പറയുവാൻ ഒരിക്കലും ഒരവസരം ഉണ്ടാകാതിരിക്കുവാൻ, ദുഷ്ടന് പറയുവാൻ ഒരവസരം ഉണ്ടാകാതിരിക്കുവാൻ ആ മാതൃക ഞാൻ എൻ്റെ സഭയെയും പഠിപ്പിക്കുവാറുണ്ട്. ഇന്ന് കേൾക്കുന്നവരോ മാതൃകയാക്കിയാൽ വളരെ നന്നായിരിക്കും. मेरे कलीसिया मेरे बारे में अच्छे से जानते हैं. जब भी मैं आप लोगों के घरों में आता हूं, मैक्सिमम पास्टर आंटी के साथ ही डैडी आते हैं, मम्मी के साथ ही डैडी वहां पे आते हैं. क्यों? बिकॉज ही वांट्स टू बी एन एग्जांपल फॉर द चर्च. ताकि ये नहीं कि क्योंकि मम्मी को डाउट है या और कोई बात है या मैं गिर जाऊंगा करके एक सोच है. नहीं मेरे प्रियो, बल्कि मैं कलीसिया के लिए एक एग्जांपल रहना चाहता हूं. പലരെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? कईयों के बारे में सुना है.
ശക്തമായി ദൈവകരങ്ങളിൽ പെട്ടവരുടെ വീഴ്ചയ്ക്ക് കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമല്ല സഭാചരിത്രത്തിലും വളരെ ശക്തമായി അതിശക്തമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട പലരുടെയും വീഴ്ചയ്ക്ക് കാരണം സ്ത്രീകളായിരുന്നു. शक्तिशाली रीति से परमेश्वर की ओर से उपयोगी होने वाले लोगों की अभिषिक्तों की गिरने की कारण स्त्रियां हैं करिए. सिर्फ वचन से ही नहीं, अगर आप बाइबल पुराणों के साथ ही साथ अगर आप चर्च हिस्ट्री पढ़ेंगे तो आप देख पाएंगे. ഇതിനെ ഞാൻ എൻ്റെ ഭാഷയിൽ വിളിക്കുന്ന ഹണി ട്രാപ്പ്. इसको मैं मेरी भाषा में इसको हनी ट्रैप बोलता हूं, ट्रैप बोलता हूं. പ്രോവർബ്സിലും അത് ആ പദങ്ങൾ തന്നെ ഏകദേശം പ്രോവർബ്സിൽ ഉപയോഗിച്ച് നമുക്ക് കാണാൻ नीति കഴിയും. वचन के अंदर भी वही बातों को उपयोग किया जाने वाले अक्षरों को हम देखते हैं. അപ്പൊ ഒന്ന്, എവിടെ നിനക്ക് നോ പറയണമോ അവിടെ നീ നോ പറയണം. एक, जहां पर आपको नो बोलना है वहां पर आप नो बोलने पाए. യോസഫ് അത് ചെയ്തു. यूसुफ ने वो किया. യോസഫ് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. यूसुफ ने एक इंटरेस्ट नहीं അവൻ दिखाया. സംസാരിക്കുവാനായിട്ട് ആഗ്രഹം वो പ്രകടിപ്പിച്ചു. बातें करने के लिए उसने एक इच्छा दिखाया. അവൻ ഒരു ആഗ്രഹവും उसने പ്രകടിപ്പിച്ചു. कोई इच्छा नहीं दिखाया. അവൻ ഒരു അവസരം കൊടുത്തില്ല. उसने एक अनुमति या एक चांस नहीं പക്ഷെ दिया. ഒരു ദിവസം लेकिन एक दिन അവന് ആ വീട്ടിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആ മുറിയിൽ ഒറ്റയ്ക്ക് കയറേണ്ടി വന്നു. वो उस रूम में या वो घर में अकेला जाना पड़ा. അങ്ങനത്തെ ഒരു അവസരമായിരുന്നു. ഇപ്പം ഈ സ്ത്രീയുടെ മനസ്സിനകത്ത് പകയായിരിക്കും, നിശ്ചയമായിട്ട് അവളുടെ മനസ്സിനകത്ത് പകയാ. अब ये स्त्री के मन के अंदर पूरा गुस्सा भरा हुआ है. ഒരു അടിമച്ചെറുക്കൻ, एक गुलाम, ഞാൻ അവന്റെ മാലിക, मैं उसका स्वामी, ഞാൻ അവനെ വിളിക്കുന്നു. मैं उसको बुला रही हूँ. പക വീട്ടുവാനുള്ള അവസരം. तो उसको बदला लेने का एक चांस. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ऐसा देखने वाले समय पर ഒരു ദിവസം एक दिन അവൻ ഒറ്റയ്ക്ക് കയറി വന്നു. अकेला उसको जाना पड़ा. അവൾ അവനെ ബലാത്കാരനെ പിടിച്ചു കടത്തുവാൻ നോക്കി. वो उसको बलपूर्वक उसको लिटाने के लिए പക്ഷേ देखा. വേദപുസ്തകം പറയുന്നു लेकिन बाइबल कहता है അവന്റെ വസ്ത്രം വിട്ട് കളഞ്ഞിട്ട് അവൻ ഓടി. वो अपना वस्त्र छोड़कर भाग गया. നമുക്ക് വായിക്കാം. हम पढ़े 1 തിമോത്തി 4:12. पहला तिमोथी 4 उसका 12. 1 തിമോത്തി 4:12, 2 തിമോത്തി 2:22, 1 തിമോത്തി 6:11 3 വാക്യങ്ങൾ നമ്മൾ വായിക്കും ഞാൻ പറയുമ്പോഴൊക്കെ. 1 തിമോത്തി 4:12. 1 तिमोथी chapter 4 verse number 12. पगला तिमोथी 4 अध्याय उसका 12वां वचन. पगले तिमोथी उसकी 4 अध्याय 12वां वचन. कोई तेरी जवानी को तुच्छ ना समझने पाए, पर वचन और चाल चलन और प्रेम और विश्वास और पवित्रता में विश्वासियों के लिए आदर्श बन जा. ആരും let no one look down on your youthfulness. इस प्रकार कहते कोई तेरे जवानी को तुच्छ ना जाने. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആരും തന്റെ യൗവനം തുച്ഛീകരിക്കരുത് कोई भी तेरे जवानी को तुच्छ ना जाने. എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം, നിന്നെ ഒരു വ്യക്തി നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ തുച്ഛീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സ്വഭാവം നിന്നിൽ കാണുവാനായിട്ട് इस प्रकार कहता है अगर कोई तुम्हें देखता है तो उनके नजर के आगे तुम तुच्छ का एक पात्र ना बने. ആരാ തിമോത്തി? तिमोथी कौन है? ആരാ ഇത് എഴുതുന്നത്? कौन लिखता है? പൗലോസ് അപ്പോസ്തലനാണ് എഴുതുന്നത്. प्रेरित पौलुस लिखता है. ആരാണ് തിമോത്തി? तिमोथी कौन है? വിശ്വാസത്തിന്റെ നിജപുത്രനാണ്. विश्वास का एक निज पुत्र है. എഫേസസ് സഭയുടെ ബിഷപ്പാണ്. एफेसस कलीसिया का बिशप है. തിമോത്തിയോസ്, നിന്നെ കുറിച്ച് പല പ്രവചനങ്ങളുണ്ട്. तिमोथी तेरे बारे में कई भविष्यवाणियां हैं. നിന്റെ അകത്ത് നിന്റെ വല്യമ്മയിൽ നിന്നും നിന്റെ അമ്മയിൽ നിന്നും പറയുന്ന ഒരു വിശ്വാസമുണ്ട്. तेरे अंदर तेरे दादी और तेरे नानी और तेरी मम्मी से आया हुआ विश्वास है. നിന്നെ എനിക്ക് വിശ്വാസമാ. तुझे मेरे विश्वास है. പക്ഷെ ഒരു കാര്യം എന്നോട് കൽപ്പിക്കുകയാ, एक बात मैं तुझे आज्ञा देता हूँ. നീ എവിടെ പോയാലും നിന്റെ സാക്ഷ്യം സൂക്ഷിക്കുമെന്നറിയാം തിമോത്തിയോസേ. तू जहाँ पर भी जाएगा अपनी गवाही को संभालेगा, मैं പക്ഷെ जानता ഞാൻ हूँ. നിന്നോട് ഉപദേശിക്കുകയാ, लेकिन मैं फिर भी तुझे उपदेश ഞാൻ देता हूँ. നിനക്കൊരു ഉപദേശം मैं കൈമാറുകയാ. तुझे एक उपदेश देता हूँ. നീ എവിടെയെങ്കിലും പോകുമ്പോൾ तू जहाँ भी जाए, ഒരു പക്ഷേ നീ ചെയ്യുന്നത് നിർമ്മല മനസാക്ഷിയോട് കൂടി ആയിരിക്കാം. चाहे जो भी तुम करो एक अच्छे मन से करते हो, പക്ഷേ അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കത് തെറ്റായി തോന്നിക്കൊണ്ട് അവർ നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കപ്പെടുവാൻ നീ അനുവദിച്ചു लेकिन കൊടുക്കരുത്. दूसरे व्यक्तियों के नजर में वे लोग तुम्हें तुच्छ जानने जैसा कोई भी काम ना हो. കാരണം തിമോത്തിയെ, നീ ആരാണ്? तिमोथी तू कौन है? നീ ഇപ്പോൾ ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. कलीसिया का सेवक है. മാത്രമല്ല, वो ही नहीं, അനേക ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നിന്റെ മേലുണ്ട്. अनेक सेवकों को तैयार करने का एक उत्तरदायित्व तुम्हारे അത് ऊपर है. മാത്രമല്ല, वो ही नहीं, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ അനേക പ്രവചനങ്ങളുണ്ട്. तुम्हारे बारे में कई भविष्य
भविष्यवाणियां है, മൂപ്പന്മാരുടെ കൈവെപ്പ് വീണതാണ്. कईयों का अभिषिक्तों का हाथ तुम्हारे ऊपर പൗലോസ് रखा है, എന്റെ കൈവെപ്പതിന്റെ മേൽ വീണതാണ്. मेरा हाथ तुम्हारे ऊपर रखा है, ഒരു കൃപാവരം ജ്വലിക്കുന്നുണ്ട്. तुम्हारे ऊपर कृपा वरदान ആ है, കൃപാവരത്തെ ജ്വലിപ്പിക്കേണ്ടവനാണ് നീ. वो कृपा वरदान को ज्वलन लेकर वाला ശുശ്രൂഷയെ है, ശോഭിക്കേണ്ടവനാണ് നീ. सेवकाई में आगे बढ़ने वाला है, അനേകരെ വാർത്തെടുക്കേണ്ടവനാണ് നീ. अनेकों को तैयार करना है, നീ ഒരു മാതൃകയായിരിക്കണം. तुम एक एग्जाम्पल रहना എന്നെ है। കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, സഭയുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും രീതിയിൽ വഹിക്കുന്നവരെ അല്ല സഭാ ശുശ്രൂഷ ചെയ്യുന്നവരെ, താങ്കൾ ഒരു മാതൃകയായി. मुझे सुनने वाले भाइयों बहनों सेवकों, क्या आप लोग दूसरों के लिए एक आदर्श हो? സ്വഭാവത്തിൽ, स्वभाव में, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ, वस्त्र में, നിങ്ങളുടെ കൊടുക്കവാങ്ങലുകളിൽ, हमारे लेन देन में, നിങ്ങളുടെ സഭയോടുള്ള പ്രതിബദ്ധതയിൽ, कलीसिया के साथ रहने वाले प्रेम में, നിങ്ങൾ കൊടുക്കുന്ന ദശാംശത്തിൽ, देने वाले टाइट में, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, प्रार्थना में, നിങ്ങളുടെ ഡിസിപ്ലിനിൽ हमारे डिसिप्लिन में, നിങ്ങളൊരു മാതൃക क्या കാണിച്ചില്ലെങ്കിൽ तुम अगर एक आदर्श नहीं बनने से, സ്തോത്രം हालेलुया സ്തോത്രം. हालेलुया। ഇനി 2 തിമോത്തി 2:22, 2 तिमोथी 2 उसका 2 22, തിമോത്തി 2:22. जवानी की अभिलाषाओं से भाग, അണ്ടർലൈൻ ചെയ്തോളണം ഒന്ന്. लिखने पाए, ജവാനിക്ക് അഭിലാഷാവോസേ भाग, ഭാഗ്, ഫ്ലീ. ഓൾസോ യൂത്ത്ഫുൾ ലസ്റ്റ്, ഫ്ലീ ദ യൂത്ത്ഫുൾ ലസ്റ്റ്. और जो शुद्ध मन से प्रभु का नाम लेते हैं, ഫ്ലീ യൂത്ത്ഫുൾ ലസ്റ്റ്. तुम्हारे जवानी की अभिलाषा से भाग, ഓടണം, നിൽക്കരുത്. भागना है, खड़े नहीं होना, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നുകൊടുക്കരുതെന്ന്. अवस्थाओं के साथ खड़े नहीं होना, ഓടേണ്ട ഇടത്ത് നീ ഓടണമെന്ന്. जहां से भागना है वहां से भागो, നിന്നുകൊടുക്കരുതെന്ന്. खड़े मत होना। Praise the Lord. हालेलुया। ഈ റോഡിലൊക്കെ ചിലപ്പോഴൊക്കെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പലരും നിന്ന് ബോക്സിംഗ് അടിക്കുന്നതും ആക്സിഡന്റ് ആയാൽ വഴക്കുണ്ടാക്കുന്നതും അടിപിടി കൂടി നോക്കാൻ തുടങ്ങി. ഞാൻ അന്നേരം എൻ്റെ ആക്സിലേറ്ററിൽ ഒന്നുകൂടി സ്പീഡ് കൂട്ടും, അവിടെ നിന്ന് ഓടി പോകും. कई बार जो है रोड में लोग जब झगड़ा करते हैं, मारते हैं, कूटते हैं, तो मैं अपनी गाड़ी को और स्पीड से चले जाता हूँ। എനിക്ക് പേടിയാ, എനിക്ക് ഈ വഴക്കിനെയൊക്കെ ഭയങ്കര मेरे പേടിയാ. को लड़ाई से बड़ा डर है मेरे प्रियो। മനസ്സിലായോ ദൈവത്തല്ലേ? നിന്നു കൊടുക്കരുത്. ഞാൻ വഴക്കിനെ മാത്രമല്ല ഉദ്ദേശിച്ചത്. मैं सिर्फ लड़ाई के बारे में नहीं बोल रहा। നീ അവിടെ ഓടിയാൽ तुम वहां से अगर भागने ആ से, പാപം നിന്റെ മേൽ ചാടി കയറത്തില്ല. वो पाप तुम्हारे ऊपर नहीं आएगा। ഇവിടെ ചാടി കയറിയെങ്കിലും यहाँ पर आने से भी വസ്ത്രം വിട്ടുകൊടുത്തേ ചോടി. वस्त्र छोड़कर भाग गया। നിന്നെ കേൾക്കുന്ന യൗവനക്കാരാ, मुझे सुनने वाले नौजवानों, യൗവനക്കാരി, नौजवानों, ശുശ്രൂഷയിൽ നിൽക്കുന്ന ശുശ്രൂഷക്കാരാ, सेवा में रहने वाले सेवकों, ഒരു നിമിഷം ഇത് നീയാണെന്ന് ചിന്തിക്കാം. 1 मिनट ये तुम होकर ये सोचो, ഇങ്ങനൊരു സാഹചര്യം നിന്റെ മേലുണ്ടായ ऐसी एक अवस्था तुम्हारे जीवन में आया तो അവിടെ നീ എന്ത് ചെയ്യും? अब तुम क्या करोगे? സാഹചര്യങ്ങൾക്ക് നീ വഴങ്ങിക്കൊടുക്കുമോ? क्या तुम्हारी अवस्थाओं में तुम खड़े हो जाओगे? ആ സമ്മർദ്ദത്തിൽ നീ വീണു പോകുമോ? क्या उसके अंदर अपने आप को लुप्त हो जाओगे അതോ നീ ഓടിപ്പോകുമോ? या वहां से भाग जाओगे? യൗവന മോഹമെന്ന് പറയുന്നത് ആരും ചിന്തിക്കരുത് 19 വയസ്സും 20 വയസ്സ് വരെയും മാത്രമുള്ള മോഹമാണെന്ന്. ये जवानी की अभिलाषा 19-20 साल का ही नहीं है। അതിന്റെ ഡെഫിനിഷൻ പറയാൻ ഞാൻ, सो डेफिनेशन बोलूं, അത് അൺലോഫുൾ ഡിസയർ ആണ്, നിയമവിരുദ്ധമായ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്. അത് ആർക്കും ഉണ്ടാകാം. मेरे प्रियो, ये नियम के विरोध रहने वाली एक इच्छा है, वो किसी को भी हो सकता है। അതോ ഈ ഫോർബിഡൻ ഫ്രൂട്ട് തിന്നുവാനുള്ള ഒരു ദാഹമാണ്. वो फॉरबिडन फल को खाने के लिए होने वाली वो लालसा, वो इच्छा, അതൊരു നാശകരമായ ആഗ്രഹമാണ്. वो एक नाश की ओर ले जाने वाली इच्छा है। അത് ഡിസ്ട്രക്റ്റീവ് ആണ്. അത് നശിപ്പിച്ചു കളയുന്നതാണ്. वो नाश करवा देता है। അത് സാഹചര്യങ്ങൾക്കനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും വിഭിന്നമായിരിക്കാം. वो अवस्थाओं के खिलाफ, अवस्थाओं के विपरीत होगा। ചിലർക്ക് ചുമ്മാ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ മതി. कुछ लोगों को ऐसे ही बैठकर बातें करना है, അതിനകത്ത് അവർക്ക് ഇൻട്രസ്റ്റ്. उसके अंदर उनको इंटरेस्ट है। കളിയും ചിരിയും തമാശയൊക്കെ ऐसे പറയും. हंसी मजाक करते हुए बातें करना ചിലർക്ക് है। അശ്ലീല ശബ്ദങ്ങൾ സംസാരിക്കുന്നതാ ഇഷ്ടം. कुछ लोगों को गंदे शब्द बोलना अच्छा लगता है। ചിലർക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയുവാനും അത് കേൾക്കുവാനുമായി ഇഷ്ടം. कुछ लोगों को दूसरे लोगों की बुराइयां बोलना सुनना पसंद है। സോ ഇങ്ങനെ പല ഈ ഉള്ള ഡിസൈഴ്സുകൾ പല രീതിയിൽ പല വ്യക്തികൾ मेरे വെളിപ്പെടുന്നു. प्रियो, ऐसे प्रकार के इच्छाएं, अभिलाषाएं कईयों के मन के अंदर होगा। മകനെ തിമോത്തിയോസേ, बेटा तिमोथी,
നീ ഇവിടെ ഒന്നും നിന്നു കൊടുക്കരുത് കേട്ടോ. यहाँ पर तुम खड़े मत होना, കാരണം നീ ആരാണെന്ന് വീണ്ടും നീ അറിയണം. क्योंकि तुम कौन हो करके तुम जानना നിന്റെ है. മേലുള്ള വിളി എന്താണെന്ന് നീ അറിയണം. तुम्हारे ऊपर रहने वाली पुकार बुलाहट क्या है. ഇതെല്ലാം നാല് വശത്തുനിന്ന് നിന്നെ ആക്രമിക്കുമ്പോൾ നീ ये ഓടിക്കൊള്ളണം. सब जब तुम्हारे चारों ओर आक्रमण करे तुम भाग जाना. ഞാനിത് വായിക്കുമ്പോൾ मैं ഇത് जब पढ़ रहा था, ധ്യാനിക്കുമ്പോൾ जब ध्यान कर रहा था, പുറപ്പാട് പുസ്തകത്തിനകത്ത് एक्सोडस के अंदर, निर्गमन के अंदर, അതിന്റെ 2-ാം അധ്യായത്തിലും उसके दूसरी अध्याय में മോസസ് ഓടിപ്പോയി 2:15 മോസസ് ഫ്ലഡ് ഫ്രം ദ പാലസ്, ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി എന്ന് എഴുതിയിട്ടുണ്ട്. 2:15 के अंदर मूसा जो है फिरौन के उस महल से भाग गया करके हम അത് देखते हैं. എബ്രായ ലേഖനം 12-ാം അധ്യായമായി ചിന്തിക്കുമ്പോൾ वो इब्रानियों की पत्रिका 11वीं अध्याय के साथ जब तुलना करें, പാപത്തിന്റെ താൽക്കാലികമായ സുഖഭോഗങ്ങൾ ടു എൻജോയ് ദ ലെസ്റ്റ് ഓഫ് ഫ്ലഷ് എന്നാണുള്ളത്. അത് സിൻ. वहां पर पाप के सुख को भोग करने के लिए करिए हम देखते हैं, അവിടെ നിൽക്കാതെ അവൻ ഓടുന്നതാണ്. वहां से खड़े ना होते हुए भाग जाता है. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, सुनने वाले भाइयों बहनों, ഞാൻ ഇവിടെ നിർത്തി നിങ്ങൾ ഉപദേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. मैं यहाँ पर खड़े रहकर आपको उपदेश देना ഞാൻ ദിവസങ്ങൾ ചിന്തിച്ച കാര്യം എന്നാ അറിയാമോ? मैं इन दिनों में चिंता कर रहा था. പെന്തക്കോസ്ത് സഭകളിലാണ് ഏറ്റവും അധികം വചന ശുശ്രൂഷ നടക്കേണ്ടത്. पेंतकुस्त चर्च में सबसे ज्यादा वचन की सेवकाई होना है, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. उपदेश देना है. പക്ഷേ ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ എവിടെയോ ഉപദേശമില്ല. लेकिन आज कहीं ना कहीं पेंतकुस्त कलीसिया में उपदेश नहीं है. ഇന്ന് പെന്തക്കോസ്ത് സഭകൾ ഉപദേശികളുമില്ല, സെലിബ്രിറ്റികളാണുള്ളത്. आज पेंतकुस्त कलीसिया में उपदेशी लोग नहीं है, सेलिब्रिटी लोग है. പെന്തക്കോസ്ത് സഭകളിൽ ഇന്നുള്ളത് നീ ഇങ്ങോട്ട് വന്നാൽ അനുഗ്രഹിക്കപ്പെടും, നീ അങ്ങോട്ട് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടേച്ചാ മതി എന്ന് പറഞ്ഞ ഉപദേശം മാത്രമേ ഉള്ളൂ. पेंतकुस्त कलीसिया में तुम जहां जाओ आशीष है, यहाँ पर आओ, पैसा डालो, कहीं चले जाओ, कुछ भी करो करके एक पढ़ाई है. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തെ കുറിച്ച് തന്നെ ഞാൻ मैं പറയുന്നു. रहने वाले ये समूह के बारे में मैं बोल रहा हूँ मेरे प्रियो. മാത്രമല്ല वो ही नहीं, ഉപദ്യം കുടിക്കുവാനും ദൈവവചനത്തിനകത്തുണ്ട്. मेरे प्रियो, आज के पेंतकुस्त के जवान लोग या मनुष्य या भाई बहन लोग बाइबल की कोट कर कर जो है पीने के लिए बातें बोलते എങ്ങനെ हैं. നടന്നാലും കുഴപ്പമില്ല, നീ കൃപയിലാണെന്ന് പറഞ്ഞ കൃപയുടെ സുവിശേഷവുമുണ്ട്. कैसे भी चलो चलेगा, तुम्हारे ऊपर कृपा की सेवकाई है करके बोलते हैं. ഞങ്ങൾ പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷം തന്നെയാ. हम भी प्रचार करने वाला कृपा की सेवकाई है. ഇത് കൃപയുടെ സുവിശേഷമാ. ये कृपा की सेवकाई പക്ഷേ है. എന്താ കൃപയുടെ സുവിശേഷം എന്ന് ശരിക്കെന്ന് മനസ്സിലാക്കുന്ന വളരെ നന്നായിരിക്കും. लेकिन कृपा की सेवकाई क्या है कर ये समझने वाले लोगों के लिए खुदा का धन्यवाद. അതുകൊണ്ട് പെന്തക്കോസ്ത് സഭയിൽ എന്നെ കേൾക്കുന്നവരെ നമുക്കൊന്ന് മടങ്ങി വരാം ഉപദേശത്തിലേക്ക്. इसलिए पेंतकुस्त कलीसिया आओ हम वापस आए उपदेश में. ഇവിടെ യോസഫിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി തങ്ങളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചില ഉപദേശങ്ങൾ കൈമാറുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. यहाँ पर यूसुफ के जीवन के तह पर कई प्रकार की बातों को मैं आप लोगों को समझा पाया कर मैं विश्वास करता हूं. യോസഫിനോടുകൂടെ ദൈവം ഇരുന്നു. यूसुफ के साथ परमेश्वर था. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, लेकिन एक बात ध्यान करें, ഈ വസ്ത്രം വിട്ട് ഓടിപ്പോയത് പക കാണിക്കുവാൻ ദേഷ്യപ്പെട്ടു നിന്ന സ്ത്രീക്ക് ഒരു അവസരമായി മാറി. मेरे प्रियो, वस्त्र छोड़कर भागा हुआ जो संदर्भ है, वहां पर रहने वाली स्त्री को बड़ा गुस्सा दिलाया. ഞാൻ ഇവിടെ ഒരു ദൂത് मैं പറഞ്ഞേക്കാം. यहाँ पर एक वाणी बोलूं, നിന്റെ മേൽ അവകാശം പറയുവാൻ പിശാചിന് നിന്റെ വകയായി ഒന്നും ഉണ്ടാവരുത്. तुम्हारे ऊपर अवकाश बोलने के लिए शैतान को तुम्हारे ऊपर कुछ भी ना होने पाए. ഇതൊക്കെ ഒരു ദൂതായി വരുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ये सब एक भविष्यवाणी बनकर आते हुए इसको समझने वाले लोगों के लिए धन्यवाद. ഒന്നുകൂടി പറയട്ടെ, നിന്റെ മേൽ അവകാശം പറയുവാൻ പിശാചിന്റെ വകയായി നിന്റെ മേൽ നിന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവരുത്. एक और बार मैं बोलना चाहता हूं, तुम्हारे ऊपर अवकाश बोलने के लिए शैतान को तुम्हारे ऊपर कुछ भी नहीं होना चाहिए. ഒരു ചരടാകട്ടെ, ഒരു പൈസയാകട്ടെ, മറ്റ് ഒന്നും തന്നെ. वो एक धागा हो, एक पैसा हो, कुछ भी ना हो. യോസഫിനെതിരെ അവൾ കള്ളസാക്ഷ്യം പറഞ്ഞു. यूसुफ के खिलाफ उन्होंने जो है एक झूठे भविष्यवाणी को बोले. യോസഫിനെ പിടിച്ച് കാരാഗൃഹത്തിൽ ഇട്ടു. यूसुफ को जेल खाने में डाल दिया. പക്ഷേ എന്റെ വചനം പറയുന്നു, लेकिन मेरा वचन कहता है, ആരെല്ലാം അവനെ തള്ളിയിട്ടും ദൈവം അവനെ തള്ളിയില്ല. യോസഫിനോടുകൂടെ ദൈവം ഇരുന്നു. यूसुफ के साथ परमेश्वर रहा. യോസഫിനോടുകൂടെ ദൈവം ഉണ്ടെന്ന് കാരാഗൃഹത്തിലെ പ്രമാണി കണ്ടു. यूसुफ के साथ
साथ परमेश्वर था करके जेल खाने के मालिक ने ആ देखा, കാരാഗൃഹത്തിലും അവൻ ഒന്നാമനായി മാറി. बंदी गृह में भी वो पहला बना. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ ദൂത് പറയാം, मैं आत्मा में वाणी कहता हूँ, പിശാച് എത്രയെല്ലാം നിന്നെ ഒതുക്കുവാൻ, നിന്നെ മുടിക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും വ്യവസ്ഥയ്ക്ക് വേണ്ടി ഉപദേശത്തിൽ നിൽക്കുന്ന ഒരുവനാണോ താങ്കൾ, താങ്കളെ നശിപ്പിക്കുവാൻ ദൈവം ആർക്കും നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല. शैतान कितना भी आप लोगों के खिलाफ कामों को क्यों ना करे, परमेश्वर आपको नहीं छोड़ेगा. നമുക്ക് ഉപദേശത്തേക്ക് മടങ്ങി വരാം, हम आइए वापस आए, ദൈവിക പ്രമാണത്തേക്ക് മടങ്ങി വരാം. परमेश्वर के वाक्यों में वापस आए. സഹോദരന്മാരെ സഹോദരിമാരെ, നിൽക്കേണ്ടടുത്ത് നിൽക്കരുതേ. भाइयों बहनों, जहाँ पे खड़े नहीं होना वहाँ पे खड़े मत रहिए. ഓടേണ്ടടുത്ത് ഓടിക്കൊള്ളണേ. यहाँ से भागना है, भाग ദൈവം जाओ. നിന്നോട് കൂടെ ഇരിക്കും. परमेश्वर आपके साथ रहेगा. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर में आशीष करने पाए.